ഞാൻ ചെറുതിലെ തൊട്ട് ഇവിടെ തന്നെയാണ് ഇത്രയും വർഷം. 349 രൂപ ടോപ്പ്. വൈക്കത്തമ്പലം പിന്നെ കൂടലി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ആര് ചോദിച്ചാലും ഇതന്നെ പറയണ. കയ്യെത്തി തൊടാൻ ദൂരത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ സിൽക്ക് ആൻഡ് സാരീസ്. 175 ഷർട്ടില് എന്റെ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കണം. കോഡ്സെറ്റ് തുടങ്ങുന്നത് ബഡ്ജറ്റ്ലി ആയിട്ടാണ് 300 സംതിങ് തൊട്ടാണ്. കൂടുതലാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. 190 രൂപയ്ക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടാ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അതായത് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ മുതല് 455 രൂപ അങ്ങനെയൊക്കെയാണ്. ധാവണിക്ക് നമ്മൾ നല്ല സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ 5 സ്ലീവിൽ വരുന്ന ഷർട്ട്സ് റേറ്റ് കുറവാണ്, 735 രൂപയാണ്. ഈ ധാവണി സെറ്റിനോ? കേരള സാരിയിലെ റെഡി ടു വെയർ സാരിയാണ് നമുക്ക് വരുന്നത്. ഏത് കളറിലായാലും ഇവിടെ കോട്ട് അവൈലബിൾ ആണ്, ഏത് സൈസിലുള്ള കോട്ടും അവൈലബിൾ ആണ്. സാഗര ബ്രാൻഡിന്റെ അത് വെൽവെറ്റ് ടച്ച് ആണ് കേട്ടോ ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ തിരക്ക് എപ്പോഴും ഉണ്ടാവും. 1100 ആ ഒരു റേഞ്ചാ വരുന്നുള്ളൂ ധാവണിക്ക് കേട്ടോ. നൈറ്റ് നമുക്ക് 189 രൂപ തൊട്ടിട്ടാണ് നൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 600 അങ്ങനെയൊക്കെ ഉള്ളൂ. അതും 3 പീസിനോ? 3 പീസിനാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു നെക്ക് കേട്ടോ. പിള്ളേർക്ക് ചെത്താൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, ആ ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ. ഇതൊരു ട്രെൻഡ് നൈറ്റി ബീഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം 100, 120, 150 റീറ്റെയിൽ ആണ് കേട്ടോ. ഷിമ്മർ മെറ്റീരിയൽ പാർട്ടി വെയർ കളക്ഷൻ സെയിം ആണ്. മുണ്ട് നമുക്ക് സെയിം കരയാ വരും. ഓണം തുടങ്ങി, പക്ഷെ ഞങ്ങൾക്ക് അതിന് മുന്നേ തിരക്ക് തുടങ്ങി. വൈക്കം എന്ന് പറയുമ്പോ ഒരു ഗ്രാമമല്ലേ? അതെ, ഇവിടെയും വെസ്റ്റേണുകൾ ഉണ്ട്. ഫുൾസിനെ നമ്മളിങ്ങനെ മുറിച്ചു കൊടുക്കാറുണ്ട്. നഴ്സിംഗ് പിള്ളേര് നിങ്ങളുടെ സൈസിലുള്ള ചുടിദാർ വേണോ, കോട്ട് വേണോ, എല്ലാതും ഇവിടെ ഉണ്ട്. ചെക്ക് വേണോ, ലൈൻ വേണോ, സ്ട്രൈപ്പ് വേണോ, പ്ലെയിൻ വേണോ, എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഞങ്ങളും ഹാപ്പിയാ. കൂടലി ഹാപ്പി അല്ലേ? ഈ ഓണം കൂടലിയുടെ ഓണം. റെഡിമെയ്ഡില് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഡയറക്റ്റ് എവിടേക്ക് വരണം? കൂടലി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കോട്ടയത്ത് വൈക്കം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. വൈക്കത്ത് ഫേമസ് എന്ന് പറയുന്നത് ബീച്ചും അതുപോലെ തന്നെ അമ്പലമാണ് ഇപ്പൊ ഈ ബാക്കിൽ കാണുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ വൈക്കം അമ്പലത്തിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ആക്ച്വലി ഒരു കടയിലും കൂടിയാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഈ വൈക്കത്ത് വേറൊരു ചൊല്ലും കൂടി ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാന്ന് വെച്ചാൽ ബീച്ചിലേക്കും അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നിട്ട് ദർശനം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൂടി പോകണം എന്നൊരു ചൊല്ലുണ്ട്. എന്നാലും നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോക്കെ ഇവിടെ ആരെങ്കിലും ഒന്ന് കിട്ടുമോ എന്നുള്ളത്. ചേട്ടൻ തിരക്കിലാണ്. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ ചേട്ടന്മാര് നിൽക്കണ്ടല്ലോ. ചേട്ടന്മാരെ നമസ്കാരം. ഒരു കാര്യം ചോദിക്കാനായിരുന്നു, ആരെങ്കിലും ഒന്ന് കിട്ടോ? ചേട്ടാ പറയേണ്ടതൊന്നല്ല, എനിക്കൊരു കാര്യം അറിയണം. നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാ? ചരിത്ര പ്രസിദ്ധമായ വൈക്കം പട്ടണത്തിൽ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് വൈക്കത്തെ അമ്പലത്തിലാണ്. സാധാരണ ഈ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയത്ത് വൈക്കം ഫേമസ് ആണ്, വൈക്കത്തില് അമ്പലം ഫേമസ് ആണ്. അത് കൂടാണ്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്ററി ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്രപരമായ സവിശേഷത കൊണ്ടും സമ്പന്നമാണ് വൈക്കം എന്ന പട്ടണം. ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ലെങ്കിലും നല്ല വ്യാപാര കേന്ദ്രങ്ങൾ ഒന്നാണ് കൂടലി സിൽക്സ് ആൻഡ് സാരീസ് എന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് അവർ ആദ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ഒരു 10-7 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഓളം തല്ലുന്ന വൈക്കം കായലെ കയ്യെത്തി തൊടാൻ ദൂരത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ സിൽക്ക് ആൻഡ് സാരീസ്, പിന്നെ കൂടലി ഡ്രസ്സസ്. അല്ല, ഈ പേര് മാത്രമാണോ അവിടെ വല്ലതും? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഏത് വേഷം ധരിക്കുന്നവർ, ഏത് പ്രായത്തിലുള്ളവർക്കും ആവശ്യമായ വസ്ത്രം അവിടെയുണ്ട്. അപ്പൊ ഇത് എവിടെയാ സ്ഥലം? ഇപ്പൊ പുതിയ കട അല്ല പഴയ കട? ഇത് പുതിയ കട എവിടെയാ? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വൈക്കം കായലെ കയ്യെത്തി തൊടാൻ ദൂരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മന്ദിരത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥാപനം. അപ്പൊ ഒരു 50-100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക്. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പൊ വൈക്കം ഫേമസ്. സാധാരണ ഇവിടെ ഞാനൊരു ചൊല്ല് കേട്ടിട്ടാ വന്നത്. വൈക്കത്ത് എന്ന് പറഞ്ഞാൽ വൈക്കം ബീച്ച്, അമ്പലം, അതുപോലെ തന്നെ കൂടലി അല്ലെ? സത്യാണോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേ. സത്യാണോ? അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കട കൂടി ഒരു ചൊല്ലോടി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വൈക്കത്തെ അമ്പലത്തിൽ വന്ന ദർശനം കഴിഞ്ഞിട്ട് കൂടലിയിൽ കയറാ, കൂടലിൽ കയറി കഴിഞ്ഞിട്ട് ആനന്ദഭവനിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. പ്രപഞ്ചനാഥനായ മഹാദേവൻ ഭാരതത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അന്നദാന പ്രഭുവായ തിരുവൈക്കത്തപ്പൻ അത്താഴ പട്ടണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ക്ഷേത്രഗോപുരവാതിലടയ്ക്കുന്ന ആചാരമര്യാദയുള്ള ഭാരതത്തിൽ തന്നെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവൈക്കത്തപ്പൻ വൈക്കം മഹാദേവ ക്ഷേത്രം. അപ്പൊ എന്തായാലും ക്ഷേത്രത്തിൽ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കൂടലിൽ ഞാൻ പോവാം അല്ലെ? ഉണ്ടാ കൂടെ ഉണ്ടാ? നമുക്ക് ഒരുമിച്ച് പോയാലോ? ആരെന്തോന്നൊന്നും അറിയില്ല. ഞാൻ പേര് പോലും ചോദിച്ചില്ല. എന്താ പേര്? എന്റെ പേര് ജനാർദ്ദനൻ. ജനാർദ്ദൻ ചേട്ടൻ തന്നെയാ. ശരി, ഇങ്ങനെ ആൾക്കൊരു ശരി. നല്ല തിരക്കുണ്ടല്ലോ ഇപ്പോൾ. ഇവിടെ തന്നെ തിരക്ക് തുടങ്ങി. ചേട്ടാ ഇവിടെ എടുക്കാൻ വന്നതാ? ഇവിടെ തന്നെ നമുക്ക് പിടിക്കാൻ വരാത്തില്ല ചേട്ടാ? ഫാമിലിയാണ്. ആരൊക്കെ കൂടെ വന്നവര്? ഫാമിലി ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് എന്തായാലും പരിചയപ്പെട്ടിട്ട് പോവാ. നിങ്ങൾ ഇവിടുത്തെ കാരാണോ? അതെവിടെ? ഇവിടുന്ന് എന്തോരം ദൂരമുണ്ട്?
ഇവിടുന്ന് ആ, 15 കിലോമീറ്റർ. കിലോമീറ്റർ. അത്രയും ദൂരത്തുനിന്ന് ഇവിടെ കൂടുതൽ അന്വേഷിച്ച് വരണമെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഐറ്റംസ് നല്ലത് കിട്ടുമോ? ഇവിടെ നല്ല ഐറ്റംസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അതനുസരിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് വരാറുണ്ട്. ഞങ്ങള് പിന്നെ വീണ്ടും ഇവിടെ അതിനുവേണ്ടി വന്നതാണ്. ഓണമല്ലേ, അപ്പൊ ഓണത്തോടനുബന്ധിച്ച് ചെറിയ ഡ്രസ്സൊക്കെ എടുക്കാൻ വിചാരിച്ചു വന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും തിരക്കുകൾ ഇഷ്ടംപോലെ ആയി തുടങ്ങി, ഓണായി തുടങ്ങി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ബാബു. ബാബു സാറേ, അപ്പൊ കയറി എടുക്കാം. മെൻസ് വെയർ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചോളൂ. കുട്ടികൾ എല്ലാവരും ആയിട്ടാ വന്നിക്കണം. എന്തായാലും ഈ പ്രാവശ്യം ഓണങ്ങൾ തകർക്കും. റേറ്റ് കുറഞ്ഞ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും. ബില്ലിംഗ് സെക്ഷൻ തന്നെ കണ്ടാൽ തന്നെ അറിയാതെ ആൾക്കാരൊക്കെ ഒരുവിധം മേടിച്ച് തുടങ്ങി. എന്തായാലും ഇവിടെ തന്നെ തുടങ്ങാം. കളക്ഷൻസ് ഒക്കെ പിന്നെ കാണിക്കാം. ആരെയും ഒന്നും കിട്ടണല്ലോ. മോനെ, നീ മുഖം തിരിച്ചു നിൽക്കണ്ടല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞേ. നിങ്ങക്ക് കിട്ടിയല്ലോ? എന്താ കിട്ടിയ? കാണിച്ചതാ? മേടിച്ചോ? ആ, കൂടെ ഫാമിലി. ആ, ഫാമിലി. എന്താ മേടിച്ചേ ചേച്ചി? ചുരിദാറിന്റെ തുണി. ഇങ്ങോട്ട് തിരിഞ്ഞോ? തുണി. നൈറ്റി തുണി, ചുരിദാർ തുണി, പിന്നെ ഇത്രയൊക്കെ ഉള്ളു മേടിച്ചിട്ടുണ്ട്. രണ്ടാളും രണ്ടുപേരും രണ്ട് മക്കളാണ് അല്ലെ? ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ആളെ പിടിക്കാം. അടുത്ത കളക്ഷൻ. എന്തായാലും ഇവിടെ ബില്ലിങ്ങിന്റെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ മുതലാളി ഇവിടെ ഉണ്ടല്ലോ. ഈ ഒരു ഫേസ് മുതലാളി എന്നുള്ള രീതിയിലല്ല ഞാൻ എടുക്കുന്നത്. നമ്മുടെ കെ ടീച്ചര് പ്രസിഡന്റ് കൂടിയാണ് കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ്. നമുക്ക് കൂടലിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി വന്നത്. അപ്പൊ നോക്കിയപ്പോ ഇവിടെ ഭയങ്കര തിരക്ക്. ഈ തിരക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ പുറമേന്ന് കേട്ടിട്ടുള്ള ചൊല്ലാണ് വെച്ചാൽ ക്വാളിറ്റി ഉള്ളതും റേറ്റ് കുറവ്. അത് ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതാണ് 5 പൈസ കൂടിയാലും ക്വാളിറ്റി ഉള്ള സാധനം വിൽക്കുള്ളൂ. നിർബന്ധമാണ്. ഇപ്പൊ ഓണം പ്രമാണിച്ചിട്ട് നമുക്ക് അങ്ങനെ ഓഫേഴ്സ് അങ്ങനത്തെ പരിപാടികൾ നമുക്കില്ല. അങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഇല്ലെങ്കിലും വിശ്വാസമാണ്. കൂടുതൽ വരുന്നൊരു വിശ്വാസമാണ്. ഇവിടെ കിട്ടും, നല്ല തുണി കിട്ടും, വില കുറച്ച് കിട്ടും, നല്ല സർവീസിങ്. അത് ഇത്രയും വർഷങ്ങളായി. ഇപ്പൊ 90 വർഷത്തോളായി. 90 വർഷമായി. അപ്പൊ എന്താ പറയാ, ഏജ് അളക്കേണ്ട ആവശ്യമില്ല. 90 വർഷം എന്ന് പറയുന്നത് അപ്പന്റെ കാലഘട്ടം തൊട്ടിട്ട് അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട്. നേരെ ഫ്രണ്ടില് ഞാൻ അവിടെ തുടങ്ങിയതാ. വളരെ വിശാലമായ കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കുടലി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്ലോർ മാത്രമല്ല, ഇത് കൂടാണ്ട് വേറെ 2 ഫ്ലോർ കൂടി ഉണ്ട്. അങ്ങനെ മൊത്തം 3 ഫ്ലോർ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. എന്ന് വെച്ചാൽ ഒരു ന്യൂ ബോൺ ബേബി തൊട്ട് ഇവിടെ എല്ലാ വെറൈറ്റീസ് ഇവിടെ കിട്ടും. വീഡിയോയിൽ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാസ്ക് വെച്ചതാണോ? അങ്ങനെ ഒരു സംശയം. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ കളക്ഷൻസ് ഒന്നും കാണണല്ലോ. അപ്പൊ അതിനെന്താ മോന്റെ പേരെന്താ? ജിത്തു. ജിത്തു അല്ലേ? ഇങ്ങോട്ടാണോ? ഹായ് ജിത്തു. മോനെ എന്ന് പറഞ്ഞാലും ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ മൈക്കൊന്ന് വെക്കണേ നമുക്ക്. ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാനല്ലോ. ഇവിടെ 60 കളക്ഷൻസ് ആണ്. അതുപോലെ റേറ്റ് കുറവ്. ഗേറ്റ് എൻട്രൻസിൽ തന്നെ നല്ല തിരക്കാണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വെറൈറ്റി ഉള്ളത്? എല്ലാം വെറൈറ്റി ആണ്. എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ കസ്റ്റമറിന്റെ ടേസ്റ്റ് എല്ലാം ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ നമ്മളുടെ ടേസ്റ്റ് മാത്രം നോക്കി എടുക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. ഇവിടുന്ന് എന്ത് നല്ല ഐറ്റം കിട്ടിയാലും അത് കംപ്ലീറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഭവം. നമുക്കൊന്ന് കളക്ഷൻസ് ഒന്ന് കാണിക്കണ്ടേ? ഇവിടെ എന്റെ HR സ്റ്റാഫുണ്ട്. ഞാൻ ആ സ്റ്റാഫിന് വേണമെന്ന് ടച്ച് തരാം. അത് അങ്ങോട്ട് പോണേക്കാൾ മുന്നേ ഈ ഒരു വേഷം നോക്കി എന്താ രസമല്ല കാണാനായിട്ട്. അതുപോലെ ഒരു ലുക്ക് വൈസ് ഡിഫറെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകണമെങ്കിൽ മ്യൂറൽ പ്രിന്റ് ഷർട്ടും അതുപോലെ ദാവണിയൊക്കെ നമ്മൾ നല്ല സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത്. റേറ്റ് നല്ല കുറവുണ്ടല്ലേ? റേറ്റ് നല്ല സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും മാക്സിമം സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയല്ല, ബാക്കിയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ഇവിടെ റേറ്റ് കുറവ് അന്വേഷിച്ചിട്ട് വരുന്നവരുണ്ട്. വരുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വില എന്താണെന്ന് അറിയാം. നമ്മൾ ഇത്ര വർഷമായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. വാമൊഴിയെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഞാനിത് അറിഞ്ഞു കേട്ട് വന്നതാന്ന് വെച്ചാൽ ഇത്ര ഒരു സ്ഥലം, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങളും കൂടി ഒന്ന് അറിയിക്കേണ്ടത്. അത് എന്റെ ചുമതലല്ല. അപ്പൊ ഡയറക്റ്റ് അങ്ങോട്ട് പോന്നു. അപ്പൊ അമ്പലത്തിന്റെ അവിടെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ കണ്ടു, നിങ്ങളുടെ പഴയ കടയൊക്കെ കണ്ടു. അപ്പൊ ആ കട കണ്ടപ്പോ ഇപ്പൊ പുതിയത് ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 50-55 കൊല്ലം ഇങ്ങോട്ട് മാറിയിട്ട്. അതിനു മുമ്പേ ഗ്രാൻഡ് ഫാദർ മോഡലിലാണ് അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ എവിടെയാ ആള്? എന്റെ സീനിയർ സ്റ്റാഫുണ്ട്. ഞാൻ ആ സ്റ്റാഫിനെ ഒന്ന് ആക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാലോ, എല്ലാം റെഡിയാക്കി തരും. ഓക്കെ, താങ്ക് യു. ഇത് ഇങ്ങോട്ടാണോ? അതാണ് നമ്മുടെ ആള്. ഇപ്പൊ ഈ മൈക്കൊന്ന് ഇവിടെ അല്ല. അപ്പൊ ആള് കസ്റ്റമറുടെ ഇടയിൽ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കസ്റ്റമറെ കിട്ടി. എന്നാ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയും. ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയും. ക്യാമറ അങ്ങോട്ട് പോട്ടെ. എന്താ മേടിക്കണമെന്ന് പറ. ചുരിദാർ ഇഷ്ടായോ? ഇവിടെ അടുത്താണോ വീട്? സ്ഥിരം ഇങ്ങോട്ട് വരാറുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടെ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. മുഖം എന്തായാലും അവിടെ കാണില്ല. ക്വാളിറ്റി ഉണ്ടോ? റേറ്റ് വൈസ് കുറവുണ്ടോ? ക്വാളിറ്റി ഉണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ക്വാളിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഈ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത്
കൂടലിയാണോ? കൂടലിയാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അതെ പിന്നെ വേറെ ഇനി ഒന്നും പറയാനില്ല. പേര് പറഞ്ഞ ദിവ്യ. ദിവ്യ, താങ്ക് യു. വർക്ക് ചെയ്യാണോ? ഇല്ല, ഹൗസ് വൈഫ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ആളൊന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് വേണം നമുക്ക് ആളെ ഒന്ന് പിടിക്കാനായിട്ട്. ആളെ നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, സ്റ്റാഫിനെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് ഫ്രീ ആയിട്ട് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇനി ഈ ഒരു ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തായിട്ടിരിക്കുന്നത്? നമുക്കിപ്പോ ഈ താഴെ ഫസ്റ്റ് വരുന്ന ചുരിദാർ സെക്ഷൻ ആണ് ഇവിടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ദാവണി, പിന്നെ നൈറ്റി, ബ്ലൗസ്, അങ്ങനെ നമുക്ക് ഒത്തിരി ലേഡീസ് വെയർ മാത്രമാണ് താഴെ മൊത്തത്തിലുള്ളത്. അപ്പൊ അതുകൂടാണ്ട് റെഡി മെറ്റീരിയൽസ്, അതുപോലെ റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് നമുക്ക് കൂടലിന്ന് തന്നെയാണ്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഐറ്റംസ് ഇരിക്കണം. ഇനി ഫസ്റ്റും സെക്കൻഡും ഉണ്ട്, അതൊക്കെ നമുക്ക് ആ വഴിയെ കാണാം. ഇനി നമുക്ക് ലേഡീസിന്റെ ഐറ്റം വെച്ച് തുടങ്ങാം. ഫസ്റ്റ് ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നത് കോട്ട് സെറ്റ് ആണ്, അത് വെച്ച് തുടങ്ങിയാലോ? ഓക്കെ, എടുത്തോ. കോട്ട് സെറ്റ്, നമുക്ക് കോട്ട് സെറ്റ് തുടങ്ങുന്നത് ബഡ്ജറ്റ്ലി ആയിട്ടാണ് 300 സംതിങ് തൊട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു പാന്റും കൂടി ഉണ്ടാവും. 300 സംതിങ് തൊട്ടിട്ട് നമുക്ക് കോട്ട് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വെറൈറ്റി. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് റേറ്റ് ചെയ്ത് ഇപ്പൊ 399 ആ റേഞ്ച് ഒക്കെ ഉള്ളു. ആ റേഞ്ച് ഉള്ളു ഇതിന്. ഇപ്പൊ കാണിച്ചിരിക്കണം വിത്ത് പാന്റ് അടക്കം 2 പീസിന്റെ കളക്ഷൻ. പിന്നെ നമുക്ക് സ്ലീവ്ലെസ്സിൽ കോട്ട് സെറ്റ് വരും. പക്ഷെ സ്ലീവ് അറ്റാച്ച്ഡ് ആവും. അകത്തുണ്ട് സ്ലീവ് വെക്കേണ്ടവർക്ക് വെക്കാം. നിർബന്ധമൊന്നുമില്ല. ഫാഷൻ. അപ്പൊ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഇതൊരു കോട്ട് സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെറൈറ്റി ആണ്, ഇത് വേറെ ഡിഫറെന്റ് പാറ്റേണും. അതെ, പേൾ വർക്ക് ഒക്കെ നമുക്ക് ഇതില് 2 പീസ് ആണ്. ഇത് പ്ലെയിനില് നേരത്തെ കാണിച്ചത് വലിയ പ്രിന്റില്, ഇത് 2 പീസിന്റെ വരുന്നത്. ഇതൊരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ. നല്ലൊരു പോൾക്കാ ഡോട്ട് വന്നിട്ടുള്ള ഒരു A-line സ്റ്റൈലില് വിത്ത് 2 സൈഡ് പോക്കറ്റ്. അതിന്റെ കൂടെ ഒരു പാന്റും കൂടി വരുന്നുണ്ട്. നല്ല അടിപൊളി. നേരത്തെ ആ ചേച്ചി ഇത് എടുക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് സൂപ്പർ അല്ലേ? പിന്നെ വലിയ ഫ്ലവേഴ്സിൽ എന്ന് വെച്ചാൽ വലിയ പ്രിന്റ് ആണ് ഇപ്പൊ ട്രെൻഡ്. ഇനി ഇതൊക്കെ കാണിക്കുന്നതിന് നമുക്ക് സൈസസ് ഒക്കെ ഉണ്ട്. മീഡിയം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ബിഗ് സൈസ് വരെ ഉണ്ടോ? XXL വരെയാണ് നമുക്ക് കോട്ട് സെറ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻസ് പെട്ടെന്ന് നമുക്ക് കാണിച്ചു പോകാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ചിക്കൻ കാരി വർക്കില്, അതിലും പാന്റിന്റെ വർക്ക് വരും. എൻഡ് സൈഡിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ചിക്കൻ കാരി. പിന്നെ അടുത്തത് മസ്ലിൻ കോട്ടണിൽ വരും. തുറന്നോ പാന്റ് തുറന്നോ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. മെറ്റീരിയൽ ഞാൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, കാരണം വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്, കുറെ ഉണ്ട്. വന്ന് നോക്കാം നിങ്ങൾ. പിന്നെ നമുക്ക് ഓൺലൈൻ പരിപാടി ഉണ്ട്. നമുക്ക് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചിട്ട് അങ്ങനെ ആൾക്കാർക്ക് പാർസൽ അയച്ചു കൊടുക്കണത്. നമുക്ക് ഇപ്പൊ ഒത്തിരി ആൾക്കാർക്ക് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ ഒരേ കളർ വേണമെങ്കിലും അതെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന പറയണത്. ഇപ്പൊ ഒരു വീട്ടിൽ കല്യാണം ആയാലും ചോറൂണിലായാലും അമോദിസ് വരെ നമുക്ക് ഇവിടെ സെറ്റ് ആക്കി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. എല്ലാത്തിലും നമ്മൾ റെഡിയാണ്. ആരാണ്? കൂടലി. യെസ്. ഇതൊരു 2 പീസിന്റെ കളക്ഷൻ തന്നെയാണ് വരുന്നത്. എന്നാൽ 2 പീസ് തന്നെയല്ല കേട്ടോ, പാർട്ടി വെയർ കളക്ഷൻസും അവൈലബിൾ ആണ്. ഇത് 2 പീസ് വിത്ത് പാന്റ് അടക്കം. ഇതൊരു വേറെ സ്ലീവ്ലെസ്സില് ഇതൊക്കെ പാന്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫുൾ സ്ലീവിൽ വരുന്ന കോട്ട് സെറ്റ് ആണ്. ഫുൾ സ്ലീവിലും കോട്ട് സെറ്റ് ഉണ്ടോ? ഫുൾ സ്ലീവിൽ ഞാൻ കോട്ട് സെറ്റ് കണ്ടിട്ടില്ല. കൂടുതൽ ഞാൻ സ്ലീവ്ലെസ്സും അതുപോലെ തന്നെ 3/4 ആണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫുൾ സ്ലീവില് കോട്ട് സെറ്റ്. അതിന്റെ കൂടെ ജസ്റ്റ് അതിന്റെ പാന്റ് വരും. പാന്റും അടിപൊളിയാണല്ലോ. ഇതെന്ത് പലാസോ പാന്റ് വരും. പകുതിക്ക് കേട്ടോ. ഇത് ഇട്ട ഒരു ചെത്തണം നമുക്ക്. അല്ലേ? അതുപോലെ ഇതെന്താ സംഭവം? നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കോട്ട് സെറ്റുകളാണ്. ഒരു 455 രൂപ അങ്ങനെയൊക്കെയാണ്. അതിന്റെ 2-3 കളേഴ്സ് ഒക്കെ നമുക്ക് അത്രേ ഉള്ളൂ. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവിന് കസ്റ്റമർ ഉണ്ട്. ഒന്ന് വിട്ടോളൂ. കടന്നോളൂ. ഓക്കെ, കസ്റ്റമർ എപ്പോഴും ഇവിടെ നല്ല തിരക്കായിരിക്കും. എപ്പോഴും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? 3 മണി കഴിഞ്ഞ പിന്നെ പറയേ വേണ്ട, ഉച്ച തിന്നിട്ടുള്ള സമയമാണ്. ഇത് നോക്കി ഒരു 2 പീസ് കളക്ഷൻ തന്നെയാണ് ഇത് വരുന്നത്. പെൻടെക്സ് ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു സംഭവം. ഇത് പാർട്ടി വരല്ലടാ? അതെ, ഇത് ചുരിദാർ സെറ്റ് ആണ്. പക്ഷെ അത്ര നമുക്ക് ബഡ്ജറ്റ് അത്ര 800 സംതിങ് ഒക്കെ ഉള്ളു അതിന് വരുന്നത്. ഇതിന് അതെ അടിപൊളി ആയിട്ട് ഉപയോഗിക്കാം. 800 സംതിങ്. അതും 800 എന്ന് പറയുന്നത് ഈ ഒരു പീസിന് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇതും കിട്ടും അങ്ങനെ. പിന്നെ അത് കോട്ട് സെറ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കോട്ട് സെറ്റ് അല്ലേ? അതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഈ ഫുൾ കൗണ്ടർ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം നമുക്ക് കുർത്തീസിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഏതൊക്കെ എടുത്ത് കാണിക്കാൻ ആകെ ഒരു കൺഫ്യൂഷൻ. ഇത് ഫുൾ ചുരിദാർ സെറ്റ് കേട്ടോ, സ്ലീവ്ലെസ്സിൽ വരുന്ന. ഇത് സ്ലീവ്ലെസ്സിൽ വരുന്നത് റംഗോളി മെറ്റീരിയലിന്റെ ഫുൾ ഹാൻഡ് വർക്കോട് ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നല്ല ഫ്ലോറൽ പ്രിന്റ് ഷാളൊക്കെ വരും. നല്ല ഭംഗിയുണ്ട്. ബനാറസി ടൈപ്പ് ഒക്കെ വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ഷാളൊക്കെ വരും ഇങ്ങനെ. അപ്പൊ 3 പീസിന്റെ ഒരു കളക്ഷനും പാർട്ടി വെയർ കളക്ഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷനും ഒരു എന്താ പറയാ മാമോദി സാദി ഇതൊക്കെ പറഞ്ഞ ഡെയിലി വെയർ, ഓഫീസ് വെയർ തൊട്ട് പാർട്ടി വെയർ ആയാലും ഏതൊരു ഫംഗ്ഷൻ ആയാലും കൂടലിൽ വന്നാ മതി. അപ്പോ
ഇത് നോക്കിയാ ഇതും 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. ബനാറസിയുടെ അടിപൊളി ഒരു ദുപ്പട്ടോട് കൂടിയിട്ട് കളർ. ഈ കളർ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലല്ലേ ഇത് അല്ലേ? എല്ലാവരും കൂടുതൽ ചോദിച്ചു വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ ഒരുവിധം മിക്ക ആൾക്കാരുടെ കയ്യിലും കാണുന്നുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ, ഇനി അടുത്ത് ഇത് കുറെ ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കില്ല. അപ്പൊ കോട്ടൺ, പ്യുവർ കോട്ടൺ എന്ന് വേണം പറയുകയാണെങ്കിൽ കോട്ടണിലും അവൈലബിൾ ആണ്. ഇതൊക്കെ റേറ്റ് ഏകദേശം അറിയാൻ പറ്റും. ഇതെല്ലാം നമുക്ക് റേറ്റ് ബഡ്ജറ്റ്ലി ആണ്. ഇതെല്ലാം കുറഞ്ഞ റേറ്റിന്റെ ആണ്. 600 അങ്ങനെയൊക്കെ ഉള്ളൂ. അതും 3 പീസിനോ? 3 പീസിന് നമുക്ക്. അപ്പൊ നല്ല വില കുറവുണ്ടല്ലോ. ഷിമ്മറിന്റെ ഫുൾ ഹാൻഡ് വർക്കിന്റെ നല്ല നല്ല ക്വാളിറ്റികൾ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇരിക്കുന്നത് മൊത്തം. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഫുൾ പാർട്ടി വെയർ കളക്ഷൻസിലാണ്. നമുക്ക് അംബ്രലയിൽ വരുന്നതാണ്. അംബ്രല്ല അല്ലേ? ഞാൻ യോക്ക് മാത്രമേ കാണിക്കാനുള്ളൂ. കുറേ നമുക്ക് അംബ്രലയാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതൊരെണ്ണം വേണമെങ്കിൽ തുറക്കാം. അംബ്രലയാണ് വരുന്നത്. ഇതാ ഫുൾ ഒരു പാർട്ടി വെയർ കളക്ഷൻ. അതിന്റെ ഷാളിലും വർക്ക് നമുക്ക് വരും. സ്കാലഫ് വർക്ക് ഷാളിന്റെ. നല്ല അടിപൊളി പീസ്. നല്ല എവിടെ ഇട്ടാലും തിളങ്ങും അല്ലെ? വർക്കൊന്നും ഇല്ല എങ്കിലും തിളങ്ങി കിടക്കും. അങ്ങനത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഷിമ്മർ മെറ്റീരിയൽ വരുന്നത്. വിത്ത് പാന്റ് എടുക്കാം. പാന്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ ഇതൊക്കെ കാണുന്നത് ജസ്റ്റ് ഞാൻ ഫുൾ ആയിട്ട് നിവർത്തനില്ല, ഇങ്ങനെ നമുക്ക് കണ്ടുപോവാ കേട്ടോ. ഇതിലൊരു സെൽഫ് എംബോസ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതാ സെൽഫ് എംബോസ് ഡിസൈൻ വേണ്ട ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതും നോക്കി നല്ല അടിപൊളി കളർ വിത്ത് ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു നെക്ക്, അത് നെക്ക് എന്തായാലും കാണിക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു നെക്ക് കേട്ടോ. അത് പ്യുവർ കോട്ടൺ പാന്റ് ഷാളും കൂടെ 3 പീസിന്റെ ഒരു സെറ്റ് ആണ്. ഇതെന്താ ഇവിടെ ധാവണിയില തുടങ്ങിയില്ലേ? നമ്മുടെ ധാവണി സെക്ഷൻ ആണ് ഇവിടെ. ഈ ധാവണി ഒറ്റയ്ക്കായിട്ട് മേടിക്കാം അല്ലെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് അൺസ്റ്റിച്ചഡ് ബ്ലൗസും ആണ്, പിന്നെ ഷാളും വരും. ഓക്കെ, കളേഴ്സും അവൈലബിൾ ആണ്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഷാള് വരും. ഷാളിന് താഴെ സ്കാലഫ് വർക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയൊക്കെ. റേറ്റ് കുറവാണ്, 735 രൂപയാണ് ഈ ധാവണി സെറ്റിനോ. അടിപൊളി. ഫുൾ അതും ഈ കാണുന്നത് ഫുൾ വീവിങ് ആട്ടോ. ഫുൾ ബൂട്ട വർക്ക് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വർക്കുകൾ കളേഴ്സും അവൈലബിൾ ആണ്. ഈ കളറിൽ വേണമെങ്കിൽ ഒരു ധാവണി സെറ്റ് ഇതാ ഇവിടെ കിടക്കുന്നത് കണ്ടോ. അതേ ബഡ്ജറ്റ് തന്നെയാണ്. നമുക്ക് ഇച്ചിരി കൂടെ ഹെവി വർക്ക് സ്കേർട്ടിന് വരും. അതേ ബഡ്ജറ്റിൽ ഇത്ര ഹെവി വർക്കോ? അതെ, പൊളിച്ചൂല. സ്കേർട്ടിന് നല്ല ഹെവി വർക്ക് വരും. പിന്നെ ഇതാണ് ടോപ്പ് വരുന്നത്. ഈ വർക്കാണ് നമുക്ക്. ഷാള് വരുന്നത് ജസ്റ്റ് ഡിഫറെന്റ് ആയിട്ടാണ്. ഇത് സെയിം ബഡ്ജറ്റിൽ തന്നെ. അതെ, 735 രൂപയുള്ളൂ ഈ ധാവണിക്ക്. അടിപൊളി. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായിട്ടാ. റേറ്റ് അപ്പൊ വെറുതെ എല്ലാ ആൾക്കാരും പറയണത്, വെറുതെ എല്ലാ ആൾക്കാരും ഇവിടേക്ക് ഓടി വരുന്നത്. ഇപ്പോഴെല്ലാം മനസ്സിലായില്ലേ എന്തിന്റെ. ഇതാണ് സെറ്റിന്റെ കേരള സാരിയിലെ റെഡി ടു വെയർ സാരിയാണ് നമുക്ക് വരുന്നത്. റെഡി ടു വെയർ സാരീസ് 900 സംതിങ്ങേ ഉള്ളൂ. ഇതിന് റെഡി ടു ബ്ലൗസ് ആണ്. റെഡി ടു വെയർ സാരിക്ക് വെറും 900 അത്രേ ഉള്ളൂ. അതിന്റെ നമുക്ക് 740 രൂപയ്ക്കും ഉണ്ട്. ഇതാകുമ്പോ മറ്റേ പ്ലെയിൻ ആണ്. റെഡി ടു വെയറിൽ തന്നെ പ്ലെയിൻ ആണ്. അതാകുമ്പോ സ്ട്രൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. റെഡി ടു വെയറിൽ നമുക്ക് ഫാൻസിയിലും വരുന്നുണ്ട് റെഡി ടു വെയറിൽ കേട്ടോ. വിചിത്രയില് ഫുൾ ഇങ്ങനെ സെറോസ്കി ഡയമണ്ടിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കളർ വൈസ് സൂപ്പർ കളർ. റെഡി ടു വെയർ അല്ലേ? ഇതിൽ ജസ്റ്റ് സാമ്പിൾ കാണിച്ച് പോണുള്ളൂ കേട്ടോ. നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കാണിക്കാൻ. വെഡിങ് ലാച്ചുകള്, വെഡിങ്ങിന്റെയും ഉണ്ടോ? അതെ, വെഡിങ് ധാവണി സെറ്റ് ആണ് ഇത് വരുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ ലൈനിങ് വിത്ത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. എല്ലാം അടക്കം കേട്ടോ. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലല്ലേ? നമുക്ക് ഏകദേശം 3000 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും 3000 വരെ. 3000 എന്ന് പറയുമ്പോ ഒന്നുമല്ല, കാരണം ഇത്രയും വർക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ ഇതന്നെ നമ്മള് വലിയ വലിയ എന്താ പറയാ ഷോറൂമിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഒരു ബുട്ടിക് സ്റ്റൈലില് കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ ഇത് റേറ്റ് 10,000 ആവും അല്ലേ? സത്യല്ലേ? അതും ഫുൾ ദുപ്പട്ട നോക്കിയാൽ അത്യാവശ്യം നല്ല വർക്ക് വരും. വർക്കോട് കൂടിയിട്ട് കേട്ടോ. പിന്നെ ബ്ലൗസ് പീസ് ഉണ്ട്, അത് വേറെ സെപ്പറേറ്റ് തയ്ക്കാണ്. എനിക്ക് ഇഷ്ടമായിട്ടോ. ഇതെന്ന് വെച്ചാൽ മെറ്റീരിയൽ വൈസ് നല്ലതാണ്. ഈ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. നല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ്. ഡിഫറെന്റ് കളേഴ്സ് നമുക്കുണ്ട്. ഈ കളർ നോക്കിയാൽ നല്ല രസമായിട്ടുണ്ട്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കേട്ടോ. കുറച്ച് റയർ. ഈ കളർ ഇപ്പൊ ഇത്തിരി ട്രെൻഡ്. ഗ്രീൻ, പിസ്ത ഗ്രീൻ. അത്രയും വർക്കൊന്നും വേണ്ട, സ്റ്റാൻഡേർഡ് ആയിട്ട് മതി എന്നുള്ളവർക്ക് അതേ ഈ ഒരു ടൈപ്പ് എടുക്കാവുന്നതാണ് അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് വൈറ്റിനകത്ത് തന്നെ ഡിഫറെന്റ് ഐറ്റംസ് വരും. ഇതെല്ലാം 1000 സംതിങ്ങേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടത് വൈറ്റില് പ്ലെയിൻ ആണെന്ന് വെച്ചാൽ അതിൽ ചെറിയ ചെറിയ പൂട്ടവർക്ക്. ഇതാവുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ പട്ടര ഡീറ്റെയിലിങ്ങും അതേപോലെ അടിയിൽ ബോർഡറിന്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ക്രീം ബേസിലാണ് ഇതിന്റെ വർക്ക് വന്നത്. ഇതിന്റെ ഷാൾ ഇങ്ങനെ വരും. ബ്ലൗസിന്റെ അകത്ത് തന്നെയാണ് ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരാം. അപ്പൊ ഇതിനും റേറ്റ് ഇത് 1000 എന്നൊക്കെ പറയുമ്പോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞ അല്ലേ? അതെ, റേറ്റ് നല്ല റേറ്റ് ഉണ്ട്. 1100 നമുക്ക്
ബനാറസി ടൈപ്പ് ആയിട്ട് ഇങ്ങനെ 1100 ആ ഒരു റേഞ്ചാ വരുന്നുള്ളൂ ധാവണിക്ക് കേട്ടോ. അപ്പൊ ഞാനൊക്കെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഓണായതുകൊണ്ടാണോ ഇപ്പൊ ഇത് മാത്രം? നോർമലി നമുക്ക് ഈ ബഡ്ജറ്റ് തന്നെയാണ് ഇവിടെ, അങ്ങനെയാണ് വരാറുള്ളത്. പിന്നെ ഏത് സീസണിൽ വന്നാലും നമുക്ക് ഐറ്റംസ് അവൈലബിൾ ആണോ? എപ്പോഴും കിട്ടും. ഏത് സീസണിൽ വന്നാലും നമുക്ക് ഏത് ഐറ്റംസ് അവൈലബിൾ ആണ് ഞങ്ങൾ അങ്ങ് തരും. അതാണ് കൂടല്ലി എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ അമ്മമാർക്ക് പറ്റിയിട്ടുള്ള ഐറ്റല്ലേ? നൈറ്റി സെക്ഷൻ ആണ്. എന്റെ അമ്മമാര് അവര് കാത്തിരിക്കുകയാണ് ഈ ഒരു നൈറ്റിക്ക് വേണ്ടിട്ട്. ഇവിടെ അപ്പൊ ഇതിനും റേറ്റ് കുറവുണ്ടോ? എന്താ നൈറ്റ് നമുക്ക് 189 രൂപ തൊട്ടിട്ടാണ് നൈറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടുക്ക് അത്രേ ഉള്ളൂ. അതും മെറ്റീരിയൽ ക്വാളിറ്റി ജസ്റ്റ് സൂപ്പർ കിട്ടോ. അതിന്റെ കാര്യത്തിൽ ഒരു ഇതൊക്കെ നമുക്ക് സെന്റർ പ്ലേറ്റ് വരുന്നത് നമ്മുടെ സാധാ നൈറ്റി കട്ടാണ് വരുന്നത്. സാധാ നൈറ്റി കട്ട് എന്ന് വെച്ചാൽ മാൻസി കട്ട്. അതെ, മാൻസി കട്ട് ഡിഫറെന്റ് പാറ്റേണുകൾ വരും, അജ്രക്ക് വരും, അങ്ങനെ പല പല ഐറ്റംസ് ആണ് വരുന്നത്. ഇത് നൈറ്റീസിന്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ കാണിക്കാട്ടോ. ഇതിലിപ്പോ ഫ്ലീറ്റഡ് വരുന്നുണ്ട്, നമുക്ക് ബട്ടന്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ചുടിദാർ കട്ടിൽ വരുന്നുണ്ട്, ഫ്ലീറ്റ് ഉള്ളത് വരുന്നുണ്ട്. അങ്ങനെ ഇത് ചുടിദാർ കട്ട് പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. പല പല പാറ്റേൺസ് ആണ് കേട്ടോ. ഫുൾ നിവർത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത് നോക്കിയാൽ പോരാ. ഇതാണ് മെയിൻ അജ്രക്കിന്റെ അടിപൊളി. അതിന്റെ മെറ്റീരിയൽ കോട്ടൺ സൂപ്പർ. അപ്പൊ തന്നെ ഹജ്രക്കിൽ നമുക്ക് ഫ്രോക്ക് നൈറ്റിയും കൂടെ വരും. അതുകൊണ്ടല്ലേ? അതെ, ഇതാണല്ലോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് അല്ലേ? ഇതാണ് നമുക്ക് അധികം പോകുന്നത്. അതെ, ഫുൾ ഓപ്പൺ വരുന്നുണ്ട്, ഫുൾ ഓപ്പൺ അല്ലാണ്ട്. ഇതിനൊക്കെ റേറ്റ് ആയത് അത് 380, 220 അങ്ങനെയൊക്കെ പല റേറ്റ്. 199 ആണ് നമുക്ക് ഫ്രോക്ക് നൈറ്റ് സ്റ്റാർട്ടിങ്. ഇത് കേട്ടോ. അപ്പൊ ഇനി അടുത്തേക്ക് ഇതെന്താ റണ്ണിങ് മെറ്റീരിയൽ ആരും എടുത്തു വെച്ചതാണോ? ഇത് കസ്റ്റമേഴ്സ് നോക്കാൻ വേണ്ടി വെച്ചതാണ്. അത് ഡിഫറെന്റ് കളക്ഷൻ ആയിട്ട് നമുക്ക് ബ്ലൗസിനായിട്ടും അങ്ങനെയുള്ള. ഇത് ഇപ്പൊ ഓണായതുകൊണ്ട് തന്നെ അതിന് ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഏതോ ഒരു കസ്റ്റമർ എടുത്തു വെച്ചിട്ടുള്ള സംഭവമാണ്. അത് എനിക്ക് തോന്നണ ഇത് അവർക്ക് അതെ വൈറ്റ് സ്കേർട്ടിനൊക്കെ പറ്റുന്ന ബ്ലൗസ് അങ്ങനെ അങ്ങനെ. ഇപ്പൊ സ്കേർട്ട് ഇവിടെ അവര് റെഡിയാക്കി വെച്ചാൽ അതിന്റെ ബ്ലൗസ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് അപ്പൊ ഇതൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള ഐറ്റംസ്. അല്ല, ഇത് തന്നെ നമുക്ക് സെപ്പറേറ്റും ഉണ്ട്. അപ്പൊ ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കാം, സ്കേർട്ട് മാത്രമായിട്ടും നമ്മളടുത്ത് സെപ്പറേറ്റ് ഉണ്ട്. സ്കേർട്ട് മാത്രമാകുമ്പോ പിന്നെയും ഒന്ന് റേറ്റ് പിന്നെയും ഒന്ന് താന്നു അല്ലെ? പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതും നൈറ്റി തന്നെയാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ മൊത്തം ഇന്നർ വെയർ സെക്ഷൻ. ഇന്നറിന് നമുക്ക് ഏതൊക്കെ തരം ബ്രാൻഡ്സ് അവൈലബിൾ ആണ്? നമുക്ക് ഏഞ്ചൽ ഫോം ഉണ്ട്, ബ്ലോസം ഉണ്ട്, വി സ്റ്റാർ ഉണ്ട്, മൈ ഡ്രീം ഉണ്ട്. ഇത് പെണ്ണുങ്ങളുടെ മാത്രമാണോ? ഇത് ഇവിടെ മൊത്തം പെണ്ണുങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഇത് ഇന്നേഴ്സ് മൊത്തം ആൺകുട്ടികളൊക്കെ ആൺകുട്ടികളുടെ മുകളിലാണ്, മുകളിലത്തെ ഫ്ലോർ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള. എന്നാൽ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും കയറുന്നുണ്ട്. ഇത് ഫുൾ നൈറ്റി ബീഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അപ്പൊ നൈറ്റി ബീഡ്സ് എന്ന് പറയുമ്പോ ഒരു 3 മീറ്റർ 3 മീറ്റർ ഉണ്ട്, 3.25 മീറ്റർ, 3.20 3.30 പറയും. അപ്പൊ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇങ്ങനെ ഓടിച്ച് റൗണ്ട് അടിച്ച് വരാം. ആക്ച്വലി ഇത് കാണാണെങ്കിൽ ഫുൾ കുറേ ഉണ്ട് കാണിക്കാനായി. നമുക്ക് അങ്ങോട്ട് ബ്ലൗസ് പീസ് ഇവിടെ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഡിഫറെന്റ് വർക്ക് ഐറ്റംസ്. എന്തിനാ മക്കള് സ്റ്റിച്ച് ചെയ്യണ? വെറുതെ ഈ 400-500 രൂപ കൊടുത്തിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ്, അതും അത്ര റേറ്റ് പോലും തന്നെ നമുക്ക് ബനിയനിലും അവൈലബിൾ ആണ്. കാരണം വണ്ണം ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് ഇടാം. ഇത് ലൈക്രയിൽ കേട്ടാ വരുന്നത് റെഡിമെയ്ഡ്. ബനിയൻ തന്നെ നമുക്ക് ഡിഫറെന്റ് വർക്ക്. അതൊന്ന് നോക്കിയേ കണ്ടോ, ലൈക്രയില വരുന്നത് കേട്ടോ. ഇത് പ്രിൻസസ് കട്ട് വരുന്നുണ്ട്, പല മോഡൽസിലാ വരുന്നത് അല്ലേ? ഡിഫറെന്റ് മോഡൽസിലാ ഇത് വരുന്നത്. പക്ഷേ നമുക്ക് സ്ലീവ്ലെസ് ബ്ലൗസും വരുന്നുണ്ട്. ഓ അടിപൊളി. ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് ഒരു ഫാഷൻ. സ്ലീവ്ലെസ് മാത്രം ചോദിക്കുന്നവരുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇങ്ങനെയാണ് കേട്ടോ. അതും കപ്പൊക്കെ ആയിട്ട് നല്ല ഇത് പണ്ടത്തെ ആ ഒരു വൈബ്, പണ്ടത്തെ ആ ഒരു സ്റ്റൈല് വരണമെങ്കിൽ ഇതുപോലത്തെ ബ്ലൗസ് ഇടണം. അതുകൊണ്ട് ഹജ്രക്കിനകത്ത് മിറർ വർക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 190. ഒന്നുകൂടി ഇറക്കണം. 190 അത്രയോ? ഇത്രയും ശബ്ദം വരണോ? എന്നാ ഇത്രയും റേറ്റ് ഉള്ളൂ. എന്തായാലും 190 രൂപയ്ക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കേട്ടാ. ഇനി ഇതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എന്തായാലും ബ്ലൗസിന്റെ നല്ലൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ബനാറസി വേണോ, ബൂട്ട വർക്കിൽ വേണോ, ലൈക്രയിൽ വേണോ? ഓ അടിപൊളി. നിങ്ങൾക്ക് കളർ കോഡ് ആയിട്ട് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എത്ര 10, 20, 50, 100 എത്ര പീസ് വേണമെങ്കിലും. പിന്നെ ഫർണിഷിംഗ് ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പില്ലോ കവർ തൊട്ട് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സെറ്റ് കവറൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടുന്ന് കുട്ടികളുടെ ഐറ്റംസ് ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ടോപ്പും ഉണ്ട്, കുട്ടികളുടെ വെറൈറ്റീസ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് റേറ്റ് ഏകദേശം ഒന്ന് സ്റ്റാർട്ടിങ് 100, 120, 150 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 തൊട്ട് നമുക്ക് കുട്ടികളുടെ ഐറ്റംസ് കേട്ടോ. ഇതൊക്കെ എന്താ? ഇത് നമുക്ക് വലിയ ആൾക്കാർ ഏതാരോ കണ്ടും കൂടെ വെച്ച് പോയതല്ലേ? കസ്റ്റമേഴ്സ് എപ്പോഴും വന്നു പോയി. അവരുടെ ജീൻസ് ഉണ്ട്, ബാഗേജ് ജീൻസ് ആയിട്ട്. കുട്ടികളുടെ തന്നെ ബാഗേജ് ജീൻസ് ഐറ്റംസ് അങ്ങനെയെല്ലാം നമ്മളുണ്ട്. ബാഗി, പാരഷൂട്ട്, കാർഗോ, അങ്ങനെ പെൺകുട്ടികളുടെ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് വലിയവർക്കുള്ളത് ഉണ്ടോ?
വലിയ ആൾക്കാർക്കും ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ചെറിയ കുട്ടികളുടെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ചെറിയ കുട്ടികളുടെ പെൺകുട്ടികളുടെ നമുക്ക് വെസ്റ്റേൺ വെയർ. ഇത് മോഡൽ പാന്റ് ആണ് കുട്ടികളുടെ. ഓ, ഇതും കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പൊ പാന്റ് ജീൻസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് കുറച്ചുകൂടി ട്രെൻഡ് കൂടുതൽ നിൽക്കുന്നത്. ഇത് റീറ്റെയിൽ ആണ് കേട്ടോ, ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ. റീറ്റെയിൽ ആണ്. എന്നാ ഇവിടെ ബൾക്ക് പീസ് വേണമെന്ന് പറയാൻ വെച്ചാൽ അതും കിട്ടും. അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹോൾസെയിലിനേക്കാളും റേറ്റ് കുറവെന്ന് പറയില്ലേ, അത് അല്ലെ? അതെ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യമായിട്ടും അങ്ങനെ തന്നെയല്ലേ? അതേന്നെ, വരാം, ധൈര്യമായിട്ട് വരാം. പിന്നെ നമുക്ക് ഇവിടുന്ന് ടോപ്സ് ഐറ്റംസ് ആണ്. ഇവിടെ നമ്മൾ ടോപ്പിൽ പാർട്ടി വെയർസ് മാത്രം സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. പാർട്ടി വെയർ അത് ഇച്ചിരി റേറ്റ് വേണം, അങ്ങനെ ഇച്ചിരി നല്ല ഹെവി വർക്ക് വേണം, അത് മാത്രം. ഒരു പീസ് എടുത്ത ഒരു പീസ് നമുക്കൊന്ന് കാണാൻ. എന്നുവെച്ചാൽ റേറ്റ് കൂടിയ കുറച്ചുകൂടി പ്രീമിയം രീതിയിൽ പറഞ്ഞത്. നമുക്ക് കോട്ടയം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിൽ തുണി എന്ന് പറയുമ്പോ ആലോചിക്കുന്നത് ഏതാ പേര്? കൂടല്ലി. ഒന്നുകൂടെ കൂടല്ലി. അത് പറയണേല ഒരു പഞ്ചില്ല. കൂടല്ലി. വേണ്ട, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഫംഗ്ഷന് പാർട്ടി വെയർ ആയിട്ട് അംബ്രല ടോപ്പ്. മെറ്റീരിയൽ വന്ന് നോക്കിയാൽ ഷിമ്മർ മെറ്റീരിയൽ, പാർട്ടി വെയർ കളക്ഷൻ, ഏത് ഫംഗ്ഷനും ഇട്ട് പോവാം. സിമ്പിൾ ആയിട്ടും ആ ഒരു ഫീലിംഗ് അല്ലേ? നമുക്ക് ഇവിടെ ഫീഡിംഗ് ഉണ്ട്, ഫീഡിംഗ് ടോപ്പ്, മെറ്റർണിറ്റി വെയർ. ഓക്കെ, മെറ്റർണിറ്റി വെയറും ഈ ഒരു പോർഷനിൽ അവൈലബിൾ ആണ്. ഓ, എന്റെ ഇഷ്ടപ്പെട്ട കളർ വന്നു. അതിനകത്ത് തന്നെ നമുക്കിതാ ഈ മെറ്റർണിറ്റി വെയറിൽ ഓവർകോട്ട് ഐറ്റംസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് ഒരു വെസ്റ്റേൺ എന്നുള്ള രീതിയിൽ. അതേപോലെ ഇത് ജാക്കറ്റാ വരുന്നത്. ജാക്കറ്റ് റിമൂവബിൾ അല്ല, ഫീഡിങ് ആയതുകൊണ്ട് തന്നെ എന്നാലും ഈ ജാക്കറ്റ് ഇതിലും നടക്കില്ലല്ലോ. ഫീഡിങ് കഴിഞ്ഞാലും നമുക്കത് യൂസ് ചെയ്യാം, അറിയില്ല അതിനകത്ത്. അതെ, അപ്പൊ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത്. ഇത് ഫീഡിങ്ങിൽ നമുക്ക് നൈറ്റീസിലും അവൈലബിൾ ആണ്. നൈറ്റിയിലും ഉണ്ട്, ഫ്രോക്ക് നൈറ്റിയിലും ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഫംഗ്ഷൻ വെയറിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഏകദേശം നമ്മളിവിടെ കുർത്തി സെക്ഷൻ ആണ് ഇത് മൊത്തം. ഈ കാണുന്നത് മൊത്തം കുർത്തീസ് മീൻസ് ടോപ്പ് മാത്രം. ടോപ്പിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ നമുക്ക് എത്ര വരെ? 349 രൂപ തൊട്ടിട്ട് നമുക്ക് നല്ല അത്യാവശ്യം പുറത്തോട്ട് വെളിയിലിടാൻ പറ്റുന്ന. നിങ്ങളുടെ ഇത് ഇപ്പൊ ഓണത്തിന്റെ ഇത് എന്താ വായിച്ചേ? ഈ ഓണം കൂടലിയുടെ ഓളം. ഈ ഓണം കൂടലിയുടെ ഓളം. നിങ്ങൾ ഇല്ലേ? അപ്പൊ ഒരു ഓളം തന്നെ നമുക്ക് ഇവിടെ നടത്താല്ലേ? ഈ ഓണം കൂടലിയുടെ ഓളം. ഓളം നന്നായിന്റെ. ഇതാണോ ടോപ്പ് എന്ന് പറയണത്? അതെ, അത് ടോപ്സ് മാത്രമായിട്ടാണ് ഇങ്ങനെ ടോപ്പുകൾ മാത്രം വരുന്നത് കേട്ടോ. ടോപ്പിന് 300 ആണ് പറഞ്ഞത്. 349 രൂപയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 349 രൂപയുടെ ടോപ്പ്. എന്നാ ഇതിന്റെ റേറ്റ് അല്ല, പക്ഷെ അതിന്റെ റേറ്റ് ഡിഫറെന്റ് ഐറ്റംസ് ആണ് നമ്മുടെ വരുന്നത്. ഇതൊക്കെ വർക്ക് വരുന്നതാണ് കേട്ടോ. കണ്ടോ, അടിപൊളി വർക്കുകൾ വരുന്നത്. ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്ന് നല്ല. ഇത് ഷിമ്മറിലാണ് കേട്ടോ ഫുൾ വർക്ക് വരുന്നത്. കൊറേ ഉണ്ടല്ലേ കാണിക്കാൻ. ഇതെല്ലാം പുതിയ. സാധാരണ ഒരു കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നേരം കൂടെ പോവാ പുറത്തേക്ക്? അവര് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല സമയം പോകും അല്ലേ? ഞാനും ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നിക്കണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണെന്ന് അറിയില്ല. എന്നാ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. പ്ലസ് സൈസുകാർക്കും വരെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡബിൾ എക്സൽ നമുക്ക് ജ്വൽ നെക്കിൽ വരുന്നതാണ്. പിന്നെ ഈ കാണുന്നതേ ഇത് ജ്വൽ നെക്ക്. നെക്കില് വർക്ക് വരുന്നത് ഷിമ്മറിന്റെ മെറ്റീരിയലാ വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ അത് അപ്പപ്പ തീർന്നു പോകും. കാരണം ഇവർക്ക് ഗോഡൌണും ഉണ്ട്. ഈ ഒരു ഫ്ലോർ മാത്രമല്ല 3 ഫ്ലോറും ഉണ്ട്. നിറവ് കളക്ഷൻസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കും. ഇത് പിന്നെ വന്ന് കിട്ടില്ലല്ലോ. പിന്നെ വന്ന് കിട്ടില്ല. നമ്മൾ അപ്പൊ തന്നെ എല്ലാ കസ്റ്റമേഴ്സ് അപ്പോഴേ എടുത്തു. ഇഷ്ടപ്പെട്ട അവർ അപ്പോഴേ എടുത്തു പോകും. ഇത് നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതിന്റെ റേറ്റ് ചോദിക്കുമ്പോഴേക്കും ഈ സംഭവം പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ഇവിടേക്ക് തന്നെ വരാം. എവിടേക്ക്? നമ്മുടെ വൈക്കം അമ്പലത്തിന്റെ അവിടെ. അമ്പലം ഫേമസ് ആണ്. അമ്പലത്തിന്റെ അവിടെ നിന്ന് ജസ്റ്റ് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കൂടലി സിൽക്ക് സാരീസോ? കൂടലി ഫാഷൻ എന്നാണ് ശരിക്കും പറയാം. പക്ഷെ ഞങ്ങൾക്ക് അറിയണത് കൂടലി എന്നുള്ള പേര് മാത്രമേ. ഫേമസ് കൂടലി എന്ന് മാത്രമേ എല്ലാവരും വായ വരുള്ളൂ. പിന്നെ ഇത് സ്ലീവ്ലെസ്സിലാണ്, കൈ നമുക്ക് വെക്കാം. ഓക്കെ, ഓണം കളക്ഷൻ ട്ടോ. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും, അതുപോലെ തന്നെ ഇവിടെ സ്ലീവ് വേണമെങ്കിൽ ഡിഫറെന്റും വരുന്നുണ്ട്. സെന്റർ പ്ലീറ്റ് ഐറ്റംസ് ആയിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു ഓണം കളക്ഷൻ ഇല്ലേ? അതെ, എല്ലാവരും കസവാണല്ലോ നോക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഇച്ചിരി കൂടി ഡിഫറെന്റ് ആക്കിയിട്ട് ചെയ്തതാണ്. എനിക്ക് ഈ ഓണം കളക്ഷൻ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് യൂണിക്, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇത് നന്നായിട്ടുണ്ട് മൊത്തത്തിൽ. ഇവിടെ മൊത്തത്തിൽ 6XL വരെ വരുന്നുണ്ട്. ഇതില് 6XL സൈസ് വരെ നമുക്ക് കുട്ടീസിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഓണത്തിന്റെ ഒരു കളക്ഷൻ. ഓണത്തിന് ഒരു മിനിറ്റ് മൈക്ക് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ചേച്ചി വീഡിയോ എടുക്കണ്ട്. വീഡിയോ എടുക്കുന്ന അയ്യോ ചേച്ചി എന്താ നോക്കാൻ വന്നേ? ഞാന് ടോപ്പ്. ആർക്ക് വേണ്ടിട്ടാ? എനിക്ക് മോൾക്ക് അനിയത്തിക്ക്. ഇവിടെ വീടിന്റെ അടുത്താണ്? മീൻസ് ഉദനാവൂര്. എനിക്ക്
ഈ ടൗൺ ആണ് ഏറ്റവും അടുത്ത്. ഞാനിവിടെ ആദ്യമായിട്ടാണ്, എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല. സാധാരണ നമ്മൾ ഈ വൈക്കം എന്ന് പറയുന്നത് ഫേമസ് വൈക്കത്തമ്പലം പിന്നെ കൂടലി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഈശോയെ, ആര് ചോദിച്ചാലും ഇതന്നെ പറയണേ. വൈക്കം ഫേമസ് എന്താ ചോദിക്കുമ്പോ അമ്പലം കൂടല്ലേ? ഇത് സത്യസ്ഥ തന്നെയാണ്. അതല്ലേ, ആദ്യം നമുക്ക് തുണി എന്ന് പറയുമ്പോ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കൂടലി തന്നെയാ. അതല്ലേ. ഓക്കെ ചേച്ചി, എത്ര വർഷം ഇപ്പൊ എടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ? ഞാനിപ്പം 10-30 വർഷമായി ഇവിടെ വരുന്നത്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന. അല്ല, തുണിയുടെ കാര്യം പറയുമ്പോ നമുക്ക് കൂടലി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ? ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി കിട്ടുന്നു. മതി. ചേച്ചിയുടെ പേര് പറഞ്ഞില്ല? സുധ. ടീച്ചറാണോ? ടീച്ചറാണ്. ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചു. എനിക്കറിയില്ലായിരുന്നു. ആ ബാഗോ ലുക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഏത് സ്കൂളിലെ ടീച്ചറാണ്? മാർവിൻ സ്കൂളിലെ. ടീച്ചർ. പിള്ളേരെ എല്ലാരും നോക്കിക്കോട്ടോ. ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അല്ലെ, ഷെയർ ചെയ്യാൻ പറഞ്ഞ ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും. എന്നുവെച്ചാൽ നമ്മുടെ കൂടല്ലിയാണ് അല്ലെ, നമ്മുടെ വൈക്കം, നമ്മുടെ കൂടല്ലി. ഓക്കെ, താങ്ക് യു ചേച്ചി. ചേച്ചിയല്ല, ടീച്ചർ. ഇനി അടുത്ത കളക്ഷൻ. അടുത്തത് ഇതെല്ലാം നമ്മുടെ ഓണം സ്പെഷ്യലാണ്. ഇത് ഫ്രോക്ക് കേട്ടോ. ഇത് ഫ്രോക്ക് പോലെ നേരത്തെ കാണിച്ചത് കുറച്ച് ഡിഫറെന്റ്, കുറച്ച് വെറൈറ്റി ആയിട്ട്. ഹജറക്ക് വരുന്നത് ഇതാ, അജറക്ക് പാച്ച് വർക്കിൽ വരുന്നത്. ഫുൾ ഹാൻഡ് വർക്ക് മീൻസ് യോക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. ഫ്രോക്കിൽ ഫ്ലോറൽ പ്രിന്റ് വരും. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ഇപ്പൊ ട്രെൻഡിലാണ്. അത് ഫ്രണ്ടിൽ മാത്രമല്ല, നമുക്ക് ബാക്കിലും ഈ ഒരു പ്രിന്റ് അവൈലബിൾ ആണ്. എംബ്രോയിഡറി വരുന്നത്. എവിടെ നോക്കിയാണ് ഇതുപോലെ തപ്പിക്കൊണ്ടുവരുന്ന ഇത്രയും നല്ല വെറൈറ്റി സാധനം കേട്ടോ. മൽമൽ കോട്ടണിലാണ് കേട്ടോ. അതുപോലെ ഇത് ഫുൾ കാണുന്നത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ. അതുപോലെ തന്നെ ബീഡ്സ് വർക്കും വരുന്നത്. നമുക്ക് ഓണത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വരും? ഓണത്തിന് 555 രൂപ തൊട്ട് നമുക്ക് ടോപ്സ് ഉണ്ട്. 555 തൊട്ട്. ഓക്കെ. ഇനി ഒരു വെറൈറ്റി ആണ്. ഓക്കെ, പാച്ച് വർക്കിൽ കേട്ടോ. പിന്നെ ഇതൊരു ഹക്കോബര ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ട് സ്ലീവ്ലെസ്സിൽ വരുന്ന ഒരു മൽമൽ കോട്ടന്റെ കുർത്തിയാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നിന്ന് തിരിയാൻ നമുക്ക് സമയം കിട്ടില്ല. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഷോർട്ട് കുർത്തീസ്, എല്ലാം ഷോർട്ട് കുർത്തീസ് ആണ്. ഇത് ഈ കാണുന്നത് അല്ലേ? അതെ, എല്ലാം ഷോർട്ട് കുർത്തീസ്. സ്ലീവ്ലെസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം. നമുക്ക് ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ നല്ല കോട്ടൺ, പ്യുവർ കോട്ടണിൽ വരുന്നത്. സ്ലീവ്ലെസ്സിലുണ്ട്, സ്ലീവ് ഇല്ലാത്തതും ഉണ്ട്. അതുപോലെ പെപ്ലം ടോപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ കോട്ടണില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ എടുത്തോട്ടെ. കുറച്ച് ലോങ് ആയിട്ടുള്ളത്. ഒരു ഏകദേശം റേറ്റ് 249 രൂപ തൊട്ട്. അതെ, അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അതെ, കുറച്ച് ലെങ്ത് ഉള്ളത്. ഇതൊക്കെ ജീൻസിന്റെ കൂടെ യൂസ് ചെയ്യാൻ ലെങ്ത്തും വരും, ഷോർട്ട് കുർത്തിയും വരും നമുക്ക്. പിന്നെ ക്രോപ്പ് ടോപ്സ്, അങ്ങനെ ആ ഒരു മോഡൽ. ഇതെല്ലാം പക്ഷെ എല്ലാരും കൂടുതൽ ഇപ്പൊ ഇതല്ലേ കൊണ്ടുപോകുന്നത്. ഈ മോഡലാണ് എല്ലാവർക്കും ആവശ്യം. എല്ലാവർക്കും ആവശ്യം. കണ്ട, നല്ല കാറ്റ് വേളൂ. പക്ഷെ ജീൻസ് ഉള്ളിലുണ്ട്. ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ ആൾക്കാരുടെ ബാഗേജ് ജീൻസ്, നമ്മുടെ പെൺകൊച്ചുങ്ങളുടെ ബാഗേജ് ജീൻസ്, അതോ ഡിഫറെന്റ്. പാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീൻസ് ആണ് മനസ്സിൽ ഓർക്കണം. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുള്ള വർക്ക് എന്നാണ്, എന്താ പറയാ, ടൈഡായി ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ. എന്തോ ഒരു മോഡൽ പറയൂ, ഇതിനെ പെട്ടെന്ന് കിട്ടുന്നില്ല. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത്. ഇനി ഇതിൽ തന്നെ സൈസസ് എങ്ങനെ വരുന്നത്? നമുക്ക് അത് നമുക്ക് 28 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 മുതൽ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീൻസിനൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടല്ലോ. ഉണ്ട്, അതും നമുക്ക് 555 രൂപ തൊട്ടിട്ടാണ് ബാഗി ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല തുണിയിലാ? അതെ. എന്റെ പൊന്നെ, നിങ്ങൾ നാട്ടുകാരെ നന്നാക്കണെങ്കിൽ അല്ലെങ്കിൽ മുതലാളിക്ക് പ്രാന്തായതാണോ? എന്താ സംഭവം ഇവിടെ നടക്കുന്നത്? നമ്മള് എപ്പോഴും ഇങ്ങനെ പണ്ട് മുതലേ കൂടുതൽ ഇങ്ങനെ ബഡ്ജറ്റ്ലി ആയിട്ടാണ് അത് അടിപൊളി. എന്തായാലും മുതലാളി കേക്കണ്ട. കളറ് നോക്ക്, സൈഡിൽ പോക്കറ്റ്, എന്തൊക്കെ വെറൈറ്റി വേണം. കളേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. ഫുൾ വെറൈറ്റീസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. ജീൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താണെന്ന് അറിയാലോ. അതിന്റെ ആ സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് റേറ്റ് കുറവിനാണ് കിട്ടുന്നത്. കളേഴ്സ് ഒക്കെ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. റയർ ഷെയ്ഡ് മാത്രമാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി കുറെ അടിപൊളി ടോപ്സ്, ക്രോപ്പ് ടോപ്സ്. നമ്മുടെ ഈ സ്കേർട്ടില്ല, നമ്മൾ ധാവണിക്ക് ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് സ്കേർട്ട് ഉണ്ട്, ബ്ലൗസ് ഉണ്ട്. ഇത് എവിടെ വെക്കണ്ടേ? വെക്കാൻ പോലും സ്ഥലമില്ല. സൂപ്പർ. ആഹാ, എന്താ ഫ്ലയർ കണ്ടാ? ഫുൾ അംബ്രേലയിൽ വരുന്നത്. അതിന്റെ കൂടെ ടോപ്പ് എന്ന് വെച്ചാൽ ഒരു ടീനേജുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ്. ഇതാണ് ഓണം വൈബ് അല്ലേ? ഓണം തുടങ്ങിയിടാ. ഓണം തുടങ്ങി, പക്ഷെ ഞങ്ങൾക്ക് അതിന് മുന്നേ തിരക്ക് തുടങ്ങി. അതെ, കളക്ഷൻസ് ഇഷ്ടംപോലെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പെയർ പോലെ വെച്ചെന്ന് മാത്രം. ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് ഏത് മോഡൽ ഏത് വേണമെങ്കിലും പെയർ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. സ്കേർട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. റേറ്റ് ഒക്കെ നിസ്സാര റേറ്റ് ഉള്ളു അല്ലെ? അതെ, അതിന് 555 രൂപ. ഇതിനാ? അതെ, 3 ഫുൾ വർക്കുള്ളതിന് വെറും 555. അതെ. സ്കേർട്ടിന്റെ നല്ല ബനാറസി സ്റ്റൈലില്
കണ്ടോ ഇച്ചിരി ഫ്ലെയർ ആയിട്ട് കിടക്കുന്നത്. കുറച്ചുകൂടി ഫ്ലെയർ. ഇത് അംബ്രേല സ്റ്റൈലാണ് കേട്ടോ. അംബ്രേല വേണോ ഫ്ലീറ്റ് വേണോ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ ഒതുങ്ങുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു ഭാഗം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ബാക്കി കിടക്കാണ് കാണിക്കാൻ. ഇതെന്താ ഇത് നമുക്ക് ചുരിദാറിനുള്ള ഷാൾ ഐറ്റംസ് ആണ്. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കിയുള്ളത് നിങ്ങൾ വന്ന് കണ്ടോളൂ. കാരണം എന്ന് വെച്ചാൽ ഫുൾ ഫ്ലോർ ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മളിപ്പോ കുർത്തി മാത്രം എടുക്കുന്നവർക്ക് ഷാള് ഒത്തിരി ഉണ്ട്. ഇത് ഷോളാണ് ഇത് ഫുള്ള്. അതെ, ഓക്കെ. അതിപ്പോ ഓണത്തിന് വേണ്ടവർക്ക് ബനാറസി ഷോൾ വേണമെങ്കിൽ അത് കൊടുക്കും. നമ്മൾ ധാവണിക്കും ഷോൾ കൊടുക്കും. ഓക്കെ. ഷോള് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇത് ഫുൾ വർക്കോട് കൂടിയിട്ട് അതിന്റെ മൈക്രോ ചെക്കിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതേ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ പാന്റ് സെപ്പറേറ്റ് ഉണ്ടോ? അതെ, സ്ട്രൈറ്റ് ബോട്ടം ഉണ്ട്, പെൻസിൽ ബോട്ടം ഉണ്ട്. ഈ പാന്റ് സെപ്പറേറ്റ് ഉണ്ടോ? അതെ, ഇത് സെപ്പറേറ്റ്. അപ്പൊ ഓണത്തിന്റെ കളക്ഷൻസ് കുർത്തി മാത്രം എടുക്കുമ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് എടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ ഇതൊക്കെ ഫുൾ ആ ഒരു ഷോളിന്റെ സെക്ഷനാണ് വരുന്നത്. നമ്മളിങ്ങനെ ഓടിപ്പിച്ച് പോകുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ഹിന്റ് തരാണ്. ഇത് കുട്ടികളുടെ സെക്ഷൻ അല്ലേ ഇത് വരുന്നത്? അല്ല, നമ്മുടെ ക്രോപ്പ് ടോപ്പ് ആണ്, ജീൻസിനുള്ള ക്രോപ്പ് ടോപ്പ്. ജീൻസിനുള്ളത് അതിനൊരു 2-3 ഇവിടെ നിന്ന് എടുക്കാം. ആരൊക്കെയോ എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ആണ് ഈ കാണുന്നത്. വെറൈറ്റീസ് ഉണ്ട്, മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്. വന്ന് നോക്കാം. ഈ കാണുന്നത് മൊത്തം അത് തന്നെയല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് ടാങ്ക് ടോപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ടാങ്ക് ടോപ്പ് ഐറ്റംസ് ആണ്. അതെ. കൂടല്ലി എന്ന് പറയുമ്പോ എന്താ പറയാ, വൈക്കം എന്ന് പറയുമ്പോ ഒരു ഗ്രാമമല്ലേ? അതെ. ഇവിടെയും വെസ്റ്റേണുകളുണ്ട്. ഡയലോഗ് പഠിച്ചു ചേച്ചി. എന്നാ ഇവിടെ വെസ്റ്റേൺ ഉണ്ട്. ഇവിടെ വെസ്റ്റേൺ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. അതന്നെ വെസ്റ്റേൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ശരിക്കും വെസ്റ്റേൺ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ നാട്ടിൽ നമുക്ക് ഒത്തിരി പോകുന്നുണ്ട് വെസ്റ്റേൺസ്. ഒത്തിരി ഞാൻ എന്ത് വണ്ടിയാ ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല വരുന്നത്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തപ്പി പിടിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ച് വരുന്നവരുണ്ട്. പിന്നെ വെസ്റ്റേൺ വെക്കാണ്ടിരിക്കോ അല്ലേ? പിന്നെ ഇതെല്ലാം ഷോർട്ട് കുർത്തിയാണ്. അതെ, അതും ഡിഫറെന്റ് മോഡൽസ് നമ്മൾ നേരത്തെ കാണിച്ചു. അതിന്റെ 2 പീസസ് നമ്മൾ ജസ്റ്റ് എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ. ഇത് സ്കേർട്ട് ഐറ്റംസ്, ഹാഫ് സ്കേർട്ട്. സ്കേർട്ട് നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മൾ ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റിയത്. അല്ലാത്ത സ്കേർട്ട്സും അവൈലബിൾ ആണ്. നെറ്റിലൊക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ഇത് ലെങ്ത് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് ഫുൾ ലെങ്ത് ഉള്ളത്, ഫുൾ ലെങ്ത് ഉണ്ട്. റേറ്റ് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. റേറ്റും കുറവാണ്. നമുക്ക് ഏകദേശം സ്റ്റാർട്ടിങ് 500 ആ റേഞ്ചിലേ ഉള്ളൂ. മെറ്റീരിയൽ നല്ലതാണ് കണ്ടോ, ഫ്ലീറ്റ് ഉള്ളത്. ഇനി ജസ്റ്റ് കാണിച്ചു ഐറ്റംസ് ആണ് നമ്മുടെ കുർത്തി ഫുള്ളും നമ്മൾ വെച്ചിട്ടുള്ള സ്ലീവ്ലെസ് ഐറ്റംസ്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഒന്നുകൂടി റേറ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നണേ. 449 എന്നുവെച്ചാൽ ഈ അജ്രക്കിന്റെ ആ ഒരു മോഡല് കോട്ടണിലെ അജ്രക്ക് വരുന്നത് കേട്ടോ 449 രൂപയുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് സ്ലീവ്ലെസ്സിൽ വരുന്നത് അതും ഉണ്ട് കേട്ടോ. ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. ഇത് മൊത്തം വെസ്റ്റേൺ ഫ്രോക്കുകളാണ്. ഫ്രോക്കും ഉണ്ടല്ലേ? വെസ്റ്റേൺ ഫ്രോക്കുകളാണ്. ഇതാ അതും പ്രിൻസസ് കട്ടിൽ വരുന്നത്. ഫ്രോക്കുകൾ ഒരു 2-3 ചറപറാന്നുള്ളത് ഒന്ന് എടുത്ത് കാണിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. വെസ്റ്റേണില് വെസ്റ്റേൺ സ്റ്റൈലില് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ജീൻസ് മാത്രമല്ല, ക്രോപ്പ് ടോപ്പ് മാത്രമല്ല, വെസ്റ്റേണില് നല്ലൊരു കളക്ഷൻസ് നമുക്ക് ഇവിടെ കുടലിയിലുണ്ട് കേട്ടോ. ഓക്കെ. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ ഇതൊന്ന് ഓടിപ്പിച്ച് കാണിക്കാം. കുട്ടികളുടെ ബാഗി ജീൻസിന്റെ ഷോർട്ട്സ് നിക്കർ ഉണ്ട്. ഇത് തിരിക്കാൻ പറ്റുമോ? പിന്നെന്താ സ്കേർട്ട് ഉണ്ട്, ഡെനിം സ്കേർട്ട് ഉണ്ട്, പിന്നെ ട്രൗസേഴ്സ് ഉണ്ട്, പാന്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇതിനെ പറ്റിയിട്ടുള്ള ടോപ്സ്. ഇതും തിരിച്ചു കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാതും നമുക്ക് ഫുൾ എടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ ഉണ്ട് കാണിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോവാം അല്ലേ? അടുത്ത സെക്ഷനിലേക്ക്. അടുത്തത് എന്താ ഇവിടെ എന്താ? ഇത് നമ്മുടെ സെറ്റ് കവറുകളൊക്കെ എന്നുവെച്ചാൽ ഫർണിഷിംഗ് ഐറ്റം. ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അവിടെ നല്ല തട്ടായി തിരിഞ്ഞ് മൈക്ക് താ. ഹായ്, സുഖാണോ? അവരൊക്കെ അയ്യോ, എനിക്ക് നിന്നെ കണ്ടപ്പോ ഭംഗി തോന്നി, വീഡിയോയിൽ എടുക്കാൻ തോന്നി. എന്താണ് എടുക്കാൻ വന്നേ? സാരി ബ്ലൗസ്. ഈ അവൾക്കാണോ? ചേച്ചിയാ? അനിയത്തിയാ? ഫ്രണ്ട്? അനിയത്തിയാ? നീ കൊടുക്കില്ലേ സാരി? ഓണത്തിനാണോ? ഓണം സെലിബ്രേഷൻ. വാ ഇതെന്താ? അതെ, അപ്പ അമ്മ ഓടി. നിങ്ങളുടെ മക്കളത്. അതെ. ഇവിടെ എങ്ങനെയാ നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ വരണേ? എങ്ങനെയാ? വരാറുണ്ട്. ഓർക്കനെ പറയും കുറച്ചുകൂടി. വരാറുണ്ട്. ഒന്നുകൂടി. എല്ലാ ഓണത്തിനും അല്ലാണ്ട് വരുന്നില്ലേ? ഓണത്തിന് മാത്രം ഡ്രസ് എടുക്കാറുള്ളൂ? എവിടെയാ സ്ഥലം? അതെവിടെ? ഇവിടുന്ന് ദൂരാണോ? അപ്പൊ മനസ്സിലായില്ലേ, ഓണത്തിന് ഇവിടെ നല്ല വില കുറവുള്ളത് കൊണ്ടാണോ ഓടി വന്നതെന്ന്? എന്താ ചെയ്യണ? വർക്ക് ചെയ്യണോ?
ഞാൻ ബിടെക്. ബിടെക്. എന്താണ് ഇത്ര ചാട് പിടിച്ചിരിക്കുന്നത്? നാണാണോ? അവർക്ക് നാണം നടക്കട്ടെ. ഇഷ്ടം ഏതാ കളർ ഇത്? റോസ്. റോസ്. ഈ കളറാണ് കേട്ടോ. അപ്പൊ എവിടെയാ സെലിബ്രേഷൻ? നടക്കട്ടെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. വാ അടുത്ത ഇങ്ങോട്ട് നോക്ക്. ഓരോരോ വെറൈറ്റികളെയാണ് കാണുന്നത്. ചോദിച്ചോക്കട്ടെ, ഇത് എന്റെ കല്യാണം തോന്നുന്നുണ്ടോ? ചോദിച്ചോട്ടെ. നല്ല ഭംഗിന്റെ ഇല്ലേ? ഒന്നും മറന്ന നല്ല ഭംഗിന്റെ ഇല്ലേ? കല്യാണാണോ? അല്ല, കല്യാണം ചോദിക്കാൻ പറ്റില്ല. ഇത്ര വലിയ താലിമാലൊക്കെ ഇട്ടിട്ട്. എന്താ പരിപാടി? പരിപാടി എന്താ? എൻഗേജ്മെന്റ് ആണോ? ആരുടെ? എന്റെ ബ്രദേഴ്സിന്റെ. രണ്ടാളുടെയാ? ട്വിൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാൽ അടുത്ത സെക്ഷൻ ഇവിടുന്ന് ഒന്ന് പിടിച്ചിട്ട് പോവാട്ടോ. ഈ ഒരു റണ്ണിങ് മെറ്റീരിയലിന്റെ ഈ ഒരു സെക്ഷൻ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ കാണുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാം മെയിൻ ഫാബ്രിക് തൊട്ട് ലൈനിങ് എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ അല്ലെ? എല്ലാ ഐറ്റംസ് കേട്ടോ. കോട്ടന്റെ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് മീറ്ററിനൊക്കെ എത്ര വരും ഏകദേശം? മീറ്ററിന് നമുക്ക് 59 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതും റണ്ണിങ് മെറ്റീരിയൽസിൽ ഏത് തരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ കോറ കോട്ടൺ മെറ്റീരിയലും ഇവിടെ ഉണ്ട് കേട്ടോ. കോറ കോട്ടൺ ആണ് ഇപ്പൊ കുറച്ചുകൂടിയും കൂടുതൽ പോകുന്നത്. ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കോർസെറ്റിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. ഇതൊന്നും ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വരാം. ധാവണി സെറ്റിംഗ്സ് ആണ്. ഇതൊക്കെ ഞങ്ങൾ കണ്ടു. ധാവണി സെറ്റിംഗ്സ് ഒക്കെ കണ്ടു. ഇതുപോലെ ഇതും മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. ഇവിടെ തിരിഞ്ഞു വരാണെങ്കിൽ ഇതൊക്കെ മെയിൻ ഫാബ്രിക്സിൽ വരുന്നതാ. മെയിൻ ഫാബ്രിക്സിൽ വരുന്ന ഫുൾ കളക്ഷൻസ്. ഓവർ ഒന്ന് നീങ്ങോ? ഞങ്ങളുടെ മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കട്ടെ. പറയൂ കുട്ടി. അതെ, ഇതെല്ലാം മെറ്റീരിയൽസ്. താഴെ കിടക്കുന്ന മൊത്തം ബ്ലൗസ് പീസ് ആണ്. ബ്രൊക്കേഡിന്റെ കേട്ടോ. അടിയിൽ കാണുന്നത് മൊത്തം ബ്ലൗസിന് പറ്റിയിട്ടുള്ള ബ്രൊക്കേഡിന്റെ മെറ്റീരിയൽസ് ആണ്. നമുക്കത് കോട്ടൺ ഐറ്റംസിലും ഇതേ തന്നെ വരുന്നുണ്ട്. കോട്ടണിൽ വരുന്നതാണ് ഇത്. കോട്ടണിൽ അല്ലേ? അതെ. ഇത് ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മീറ്റർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. ഇനിയിപ്പോ ക്രോപ്പ് ടോപ്പ് ആണോ, പാവാടയ്ക്ക് ടോപ്പ് വേണോ ഇല്ലേ, അല്ലെങ്കിൽ സാരിക്ക് എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഈ ഒരു ഫുള്ള് എന്ന് വെച്ചാൽ എടുത്താലും തീരില്ല. അത്രയും കളക്ഷൻസ് ഉണ്ട് അല്ലെ? നമ്മള് ഹക്കോബ ഐറ്റംസും അതിന്റെ ഡിഫറെന്റ് ഐറ്റംസും ഒക്കെ കൊടുക്കുന്നു. ദീദി കാണുന്നത് ഫുൾ ഹക്കോബയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക് തൊട്ട് ലൈനിങ്ങിന്റെ എല്ലാം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഇനി ഗൗൺ സെക്ഷൻ. ആ ഐറ്റം വരെ കാണുന്നത് ഫുള്ള് നമുക്ക് എന്തായാലും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കളക്ഷൻ ഇവിടെ, അതും റേറ്റ് കുറവിനുള്ളത്, ക്വാളിറ്റി ഉള്ളത് അല്ലെ? അത് വീണ്ടും ഞാൻ എടുത്തു പറയാം. കൂടുതൽ എന്ന് പറയുമ്പോ അതാണ്. അതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കൂടുതലും. സത്യമാണോ? സത്യമാണെന്ന് എനിക്ക് ബോധ്യായി. എന്തായാലും ഇതൊന്ന് പൊന്തിച്ചു കാണിച്ചേടാ. നമ്മുടെ ഗൗൺ സെക്ഷൻ ആണ് കേട്ടോ. ഇത് ഷോള്. ഓക്കെ, അതും പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? ഇതെല്ലാം ഗൗൺ തന്നെയാണ്. ഡിഫറെന്റ് ഐറ്റംസ് കേട്ടോ. ഗൗണുകള്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കാം. നമുക്ക് ഫുൾ കളക്ഷൻസ് നല്ല നല്ല മോഡൽസ് അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം എത്ര വരും ഗൗണിലൊക്കെ? 1600 തൊട്ടാണ് ഗൗൺ. അതെ, ഫുൾ ഹെവി വർക്ക് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ 789 രൂപയ്ക്ക് നമുക്ക് ഗൗൺ ഉണ്ട്, അവൈലബിൾ ആണ്. ഓ, പൊളിച്ചു. ഇനി ഓപ്പൺ ചെയ്യണ്ട, ഇനി ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ കളക്ഷൻസ് ഇങ്ങനെ ഓടിച്ച് കാണിക്കാം. ഇവിടെ തന്നെ നമുക്ക് വെസ്റ്റേൺ ഫ്രോക്കും ഉണ്ട്, ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഗൗണിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ്. വെസ്റ്റേണിന്റെ ഫ്രോക്ക് മീൻസ് കുട്ടികളുടെ ഈ പ്രായത്തിലുള്ളതാണോ? കുട്ടികളുടെ പ്രായത്തിലുള്ളതാണോ? ഈ കുട്ടിക്കാണോ ഇവിടെ ഗൗൺ എടുത്തോണ്ടിരിക്കണത്? ചേച്ചി കിട്ടിയ കുട്ടിക്കുള്ളത്? ഈ കുട്ടിക്കാണോ വെസ്റ്റേൺ എടുത്തു? ഓക്കെ, ഇതാ ഇട്ടപ്പോ കാണുമ്പോ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് നീങ്ങ. ആ കുട്ടി ഏതാന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് തിരിയട കൂട്ടാ. അങ്ങോട്ട് തിരിയടാ, അങ്ങോട്ട് തിരിയടാ. അതെ, ഈ കുട്ടിക്കാണ് ഞങ്ങൾ ഡ്രസ് എടുത്തത്. ഈ കുട്ടീനെ മാത്രം കാണാനല്ലേ? ഹിരൺമയി ഹരികൃഷ്ണൻ. അപ്പൊ ഇവൾക്കാണ് ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ അല്ല, ഓണത്തിന് അമ്മ എടുത്തു. ഓണത്തിന് അമ്മയുടെ വക. ഓ, അങ്ങനെ. ചേച്ചി അച്ഛമ്മയാന്ന് പറഞ്ഞപ്പോ എന്തായാലും നിങ്ങൾ ഇവിടെ കുറെ വർഷത്തെ പരിചയമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കുടലി എന്ന് പറയണതിനെ കുറിച്ച് എനിക്കറിയാം. എന്റെ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇതിനപ്പുറത്ത് ഞാൻ എന്ത് പറയാ? എന്റെ കുഞ്ഞുങ്ങൾക്ക് മുതൽ കേട്ടോ. അപ്പൊ താങ്ക് യു. പേരക്കുട്ടികൾക്കും അത് തന്നെ മേടിച്ചു കൊടുക്കണം. വെസ്റ്റേൺ വേറെ കളക്ഷൻസും ഈ ഒരു സൈഡിൽ അവൈലബിൾ ആണ്. ഇതിവിടെ കുട്ടികളുടെ ഫ്രോക്ക് ഐറ്റംസ് ആണ്. നമുക്ക് ഫാൻസി ഫ്രോക്ക്, കോട്ടൺ ഫ്രോക്ക് എല്ലാം ഉണ്ട്. ഫാൻസി ഫ്രോക്കുകളുടെ ഐറ്റംസ്. വെസ്റ്റേണിന്റെ അവിടെ അവര് നിക്കണത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് ഒന്ന് ഒളിച്ച് കാണിച്ചു. ഇങ്ങനെ ഫുൾ ഇതെല്ലാം ഫാൻസി ഫ്രോക്കിന്റെ ഒരു കളക്ഷൻസ് ആണ്. 16 സൈസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഹാർഷ് ആവാത്ത രീതിയിലുള്ള മെറ്റീരിയലും കൂടിയാണ്. ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബോക്സ് പാക്കിംഗിലും കൂടി വരുന്നത്. അതുപോലെ അത് ഫ്രോക്ക് ആണെങ്കിൽ ഇത് വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്നതാ. ഇതെല്ലാം വെസ്റ്റേൺ ആയിട്ട് വരുന്നതാണ്. കുഞ്ഞു കുട്ടികളുടെ അല്ലേ? അതെ അതെ അതെ.
അപ്പൊ ന്യൂ ബോൺ ബേബി വരുമ്പോ അപ്പ ആലോചിച്ചോ, വീട്ടില് ഫംഗ്ഷൻ വരുമ്പോ അപ്പ ആലോചിച്ചോ, കിഡ്സ് വലുതായി കഴിഞ്ഞാൽ അപ്പ ആലോചിച്ചോ. ഞങ്ങളുടെ കൂടലിലോട്ട് ഓടി വന്നാ മതി. എല്ലാത്തിനുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബ്ലൗസിന്റെ കുറെ കളക്ഷൻസ് ഇവിടെയും വെച്ച്. ഇത് അടിപൊളി വെറൈറ്റി ആയിട്ടല്ലോ. അത് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് വന്നൊരു ഐറ്റം ആണ്. ഈ ഐറ്റം എന്തായാലും തുറന്ന് കാണിച്ചല്ലേ പറ്റുള്ളൂ. ഓണം വന്നേ. അതെ, നോക്ക് എന്റെ പൊന്നെ, ഈ ഒരു പ്രിന്റിന്റെ കുർത്തിയൊക്കെ ഇട്ടിട്ട് ഷർട്ടും അടിപൊളി ലുക്കായിരിക്കും. അതെ, കപ്പിൾസിന് നമ്മളിങ്ങനെ മുറിച്ചു കൊടുക്കാറുണ്ട് ഇതില്. സാരി ബ്ലൗസിനും ചേട്ടന് ഷർട്ട് അങ്ങനെല്ലാം മുറിച്ചു കൊടുക്കാറുണ്ട്. ഓണത്തിന് വെറൈറ്റി ആർക്കൊക്കെ ഇടാൻ താല്പര്യം ഉണ്ട് അവരിതാ ഇത് വന്ന് മേടിച്ചോട്ടോ. സൂപ്പർ കളക്ഷനാ. അത് ഫുൾ ഫാമിലിക്ക്. അതെ അതെ, ഷോ ഞാൻ എന്തായാലും മേടിച്ചിട്ടുള്ള എത്ര പേർക്ക് വേണമെങ്കിലും ഞങ്ങള് മുറിച്ചു കൊടുക്കും. ഓക്കെ. അങ്ങനെ ഇന്ന ആള് ഇന്നതൊന്നും ഇല്ല. എന്നാ അതിൽ തന്നെ നമുക്ക് വേറൊരു പ്രിന്റ് കൂടി വരുന്നുണ്ട്. ഈ പ്രിന്റ് ആണെങ്കിൽ ഈ പ്രിന്റ് നമ്മുടെ ഇത് കഥകളി ഉണ്ട്, ബുദ്ധന്മാരാണ്, എല്ലാവരും ഉണ്ട്. കുറെ നമുക്ക് ഹിസ്റ്ററി അതിങ്ങനെ പഠിക്കാൻ ഒന്നുകൂടി പഠിച്ചാലും നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫാൻസി ഐറ്റംസും അവൈലബിൾ. നമ്മൾ നേരത്തെ കാണിച്ചു തന്നു കേട്ടോ. അപ്പൊ സാറ്റിനും ഉണ്ട് കേട്ടോ, സ്കേർട്ട് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന സാറ്റിൻ തുണികളും ഉണ്ട്. ഓക്കെ. ഇനി ഫ്രോക്കുകളുടെ വെറൈറ്റി ഒന്നും നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഫ്രോക്ക് ഐറ്റംസ് ബർത്ത്ഡേക്ക്. അതെ, അതിന്റെ ഇത് ഫുള്ളൊന്ന് വെറുതെ ഒന്ന് ഓടിപ്പിച്ചാൽ മതിട്ട്. നമ്മളെല്ലാം കളക്ഷൻ തുറന്ന് കഴിക്കാൻ. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല. കാരണം എപ്പോഴും വന്നോണ്ടിരിക്കും ആൾക്കാർ. വന്നു കഴിഞ്ഞാൽ കളക്ഷൻസ് പോയിക്കൊണ്ടേയിരിക്കും. അവർക്കും ഉണ്ട്, കൊച്ചുകുട്ടികൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട്. അതെ, ഇത് ബോക്സ് പാക്കിംഗിൽ വരുന്നതാണ് കേട്ടോ. ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് അല്ലെ? അതെ അതെ, പോപ്പീസ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അതുപോലെ ബോക്സിൽ വരുന്നത്. ഇത് കൂടാണ്ട് കൊച്ചു കുട്ടികൾക്കുള്ള ഓണം കളക്ഷൻസ് നോക്കി എന്ത് രസാ. ഇത് എത്ര സൈസ് തൊട്ട് നമുക്ക് അവൈലബിൾ? നമുക്ക് 16 സൈസ് തൊട്ട്. 16 സൈസ് തൊട്ട്. ഇതൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികളുടെ. അത് ഇതൊക്കെ വന്ന് ഇങ്ങനെ എടുത്തോ, ആവശ്യമുള്ളത് എത്ര വേണമെങ്കിലും വന്ന് എടുത്തോന്ന്. ഇത് ഒരു പീസായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എന്താ കിട്ടും? പിന്നെ നമുക്ക് മെറ്റീരിയൽ ഐറ്റംസ് ആണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ആണ്. അത് പല ഫാബ്രിക്സിലാണ് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റോൺ വർക്കിൽ വരുന്നുണ്ട്, പേൾ വർക്ക് വരുന്നുണ്ട്, സീക്വൻസ് വർക്ക്, ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ഹക്കോബേര സ്റ്റൈലിൽ, അങ്ങനെ ടസർ സിൽക്ക്. അതും മുന്തിയ റേഞ്ചിൽ. റേഞ്ച് വൈസ് അല്ല, സോറി, ക്വാളിറ്റി വൈസ് തെറ്റി പറഞ്ഞതാണ്. ടസർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ റേറ്റ് കൂടിയായിട്ട്, പക്ഷെ റേറ്റ് കൂടിയതല്ല, ക്വാളിറ്റി വൈസ് കൂടിയത്, റേഞ്ച് കുറവിന്. ഇതൊക്കെ എന്താ? ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരുന്നേ. കൊച്ചു കുട്ടി എന്ന് പറയുമ്പോഴേക്കും ഓടി തീടാം. നിന്റെ കളക്ഷൻ ഇവിടെ കിട്ടിയില്ല. ഇത് പെൺകുട്ടികളുടെ സെക്ഷനാ. മിഡിയും ടോപ്പും കൊച്ചു കുട്ടികളുടെ. ഇതാ മിഡിയും ടോപ്പ്. അങ്ങനെ ഇതൊരു ബോക്സ് പാക്കിംഗിൽ വരുന്നതാ അല്ലേ? അതെ അതെ, ഇതിനകത്ത് ബോക്സ് പാക്കിംഗ്, നല്ല ബോക്സ് പാക്കിംഗിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതുപോലെ കുട്ടികളുടെ ടോപ്പും സ്കേർട്ടും അങ്ങനെ. അതിനോട് ഓവർകോട്ട് കണ്ട, അത് ഞാൻ എന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണതാ. അതെ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനായി. പിന്നെ നമുക്ക് 2-3 പീസ് കാണിക്കണുള്ളൂ കേട്ടോ. അവർക്കും കുട്ടികൾക്കും ലാച്ച. നമ്മൾ വലിയവരെ കാണിച്ച പോലെ തന്നെ, അതായത് വലിയവരെ കാണിച്ച പോലെ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ളതും ഉണ്ട് കേട്ടോ. അതാ ലാച്ചകള്. അവർക്ക് അതുപോലെ ക്രോപ്പ് ടോപ്പ്, ഓവർകോട്ട് അങ്ങനെ വരുന്ന ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് ഷറാറ വരും. ഷറാറ ഗറ ഉണ്ട്, പെപ്ലം ടോപ്പ് ടൈപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഷറാറ ഗറ. ഇത് ഓവർകോട്ട്, മറ്റേ ഷ്രഗ് ഓവർകോട്ട് അങ്ങനെ വരുന്നത്, ഷ്രഗ് ആയിട്ടുള്ളത്. അങ്ങനത്തെ മോഡലും വരുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ആ കുട്ടികളൊക്കെ ഇട്ട് നിന്നാൽ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതെന്താ സംഭവം? നല്ല വലിയ ഫ്ലവർ ഒക്കെ ആയിട്ട്. അതും സ്കേർട്ട് നല്ല ഭംഗിന്റെ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു വെറൈറ്റി ആയിട്ട് ലാച്ച വരും ഇങ്ങനെ. അതെ, ഇത് പിന്നെ ഏത് ഫംഗ്ഷനും ഇടാൻ പറ്റൂല. ഇത് സ്റ്റിച്ചഡ് ധാവണി. അവിടെ നമ്മൾ അൺസ്റ്റിച്ചഡ് അല്ലേ കണ്ടേ, ഇനി സ്റ്റിച്ചഡ് ധാവണിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഓൺ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കോട്ട് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ ചെയ്യുന്നില്ലേ? സാഗര. അത് കേട്ടോ. അതെന്ന് വെച്ചാലേ ഈ നഴ്സിംഗ് കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോ കോട്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് തയ്ക്കേണ്ട ഒരു അവസ്ഥ വരാം. പക്ഷെ ഇവരുടെ സാഗര എന്നുള്ള ഒരു ബ്രാൻഡിന്റെ കോട്ട്, നഴ്സിംഗ് കോട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു സൈഡ് സ്റ്റിച്ചും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ? എത്ര സൈസ് വരെ പോകും? അതിനകത്ത് നമുക്ക് 50 സൈസ് വരെ. 50 സൈസ് വരെ നമുക്ക് അവൈലബിൾ. അപ്പൊ ഓരോ ഓൾട്ടറും ചെയ്യണമെന്ന് വെച്ചാൽ ഈ നഴ്സിംഗ് പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായം തൊട്ട് പഠിക്കുമ്പോൾ അവര് വണ്ണം കുറവായിരിക്കും. അപ്പൊ ആ സൈസ് തൊട്ട് എത്ര പ്രായമുള്ള മുതിർന്ന സീനിയർ നഴ്സുമാർക്ക് വരെ നമുക്ക് ഇവിടെ ആർക്കും വരാം. അതെവിടെയാ ഇത് ഭാഗത്തിരിക്കുന്നത്? അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് മാത്രമായിട്ട് അല്ലേ? അത് ഇവരുടെ ഓൺ ബ്രാൻഡാണ്. നമുക്ക് എന്തായാലും അത് അങ്ങോട്ട് പോയി കാണാം. ഈ ഒരു ഇത് കണ്ടല്ലോ. അത് കൂടാണ്ട് ഇപ്പുറത്തെന്താ? നമ്മുടെ പട്ടുപാവട സെക്ഷൻ. പട്ടുപാവട. ഇത് ഇയാൾക്കാണോ എടുക്കണേ? പട്ടുപാവട ഇഷ്ടായോ? കുഴപ്പമില്ല.
ഇഷ്ടമായി. നിങ്ങളുടെ അടുത്താണോ ഇവിടെ വീടൊക്കെ അടുത്താണോ? അടുത്ത ഇവിടെ സ്ഥിരം വരാറുണ്ടോ കൂടല്ലി? ഇവിടെ എന്റെ സ്വന്തം വീട് ഇവിടെയാണ്, കെട്ടിച്ചേണ കുടമാളൂർ. അപ്പൊ ഇവിടെ വീട്ടിൽ വന്നപ്പോ എന്തായാലും എടുത്തിട്ട് പോവാൻ അമ്മയുടെ വകയാണോ ഓണത്തിന്റെ ഓണക്കോടി? അപ്പൊ നോക്കിയോ നല്ല നോക്കി എടുത്തോ, 2 എണ്ണം എടുത്തോ എന്തായാലും ഒരു എനിക്കും എടുക്കാന്ന് വെച്ചാ. അങ്ങനെ ഇഷ്ടപ്പെട്ടോ കളക്ഷൻസ്? ഇഷ്ടപ്പെട്ടു. റേറ്റ് പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, അമ്മോട് ചോദിക്കണം. അമ്മ അഞ്ച ബിസിയാണ്. അമ്മ ഏതമ്മ? റേറ്റ് കുറവുണ്ടോന്ന്? റേറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മക്കൾക്കായതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് മേടിച്ചു കൊടുക്കണം. നമ്മളെ വെള്ളപ്പിള്ളല്ലേ മേടിച്ചു കൊടുക്കും, എന്നും മേടിച്ചു കൊടുക്കത്തില്ല. അപ്പൊ റേറ്റ് ഇവിടെ അതൊരു പ്രശ്നമേ അല്ലാന്നല്ലേ, അതല്ലേ പറയാൻ വന്നത്? അതാണ് അമ്മ. യെസ്, താങ്ക് യു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നമുക്ക് അടുത്തേക്ക് പോവാം. എവിടെ പോയി നമ്മുടെ കൂടെയുള്ള ആള്? പെട്ടെന്ന് കാണാണ്ടായിപ്പോളെ, മിസ്സിംഗ് ആയിന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമ്മുടെ കൊച്ചു കുട്ടികളുടെ വെസ്റ്റേൺ ഐറ്റംസ് ആണ് ഇവിടെ. ഇങ്ങനെ ഷോർട്ട്സ്, ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ട്, സ്കേർട്ട് വേണമെങ്കിൽ സ്കേർട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് വെസ്റ്റേൺ ഉണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഷോർട്ട് കോഡ് സെറ്റ്. ഓക്കെ, ഹക്കോബല്ലേ? അതെ അതെ, കോഡ് സെറ്റ് അപ്പൊ ചെറിയ കുട്ടികൾക്കും ഉണ്ട് അല്ലേ? അതെ. ഇതിപ്പോ ഇനിയിപ്പോ ചേച്ചിക്ക് ഇത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോ ഞാൻ ഇട്ട പോലെ ഏകദേശം ആ ഒരു മോഡലല്ലേ വരുന്നത്, ഷോർട്ട് കുർത്തിയായിട്ട് വരുന്നത് കോഡ് സെറ്റ് കേട്ടോ. ഇത് പാന്റും ടോപ്പും അങ്ങനെ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട് ഇതുപോലെ വരുന്നത്. ഇതൊരെണ്ണം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കുട്ടിക്ക്. ഇത് ഒറ്റയ്ക്കുള്ള അതിന്റെ കൂടെ ടോപ്പ് ഉണ്ടാ? അതിന്റെ കൂടെ ഈ ടോപ്പ് ഇതിന്റെ ഞാൻ തോന്നുന്നുണ്ട്, ഇതാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് വെസ്റ്റേണില്. പക്ഷെ ഇത് എങ്ങനെ കാണിക്കും? 2 കൈയുള്ളല്ലോ. ഞാൻ കാണിച്ചു. അത് തുറന്നിങ്ങട് നല്ലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് ഇഷ്ടമായിട്ടോ, കാരണം ഇത് കുറച്ച് വെറൈറ്റി ആണ്. പിന്നെ ക്വാളിറ്റി നല്ല സോഫ്റ്റ് ക്വാളിറ്റി ആണ് ഇത് വരുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ കോഡ് സെറ്റ് തന്നെയാണ്, ചെറിയ കോഡ് സെറ്റ് കുട്ടികൾക്കും. അതെ, അത് അടിപൊളിയായില്ലോ. നിങ്ങൾ എടുക്കാൻ പോണതോ അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞവരാ പോണല്ല? അപ്പൊ മുകളിലാണ് പോണേ, മെൻസ് വരല്ലേ? കുട്ടികളെ ഞാൻ അങ്ങോട്ട് വരാം. എന്താ കാര്യം മനസ്സിലായിട്ടില്ല, വീഡിയോ എടുക്കാൻ മനസ്സിലായിട്ടില്ല. അതിന്റെ പാന്റ് ഇങ്ങനെ വരും, പാന്റും ടോപ്പും ആയിട്ട് വരും, കുഞ്ഞു കുട്ടികളുടെ അല്ലേ? ഇത് സൈസ് നമുക്ക് എത്ര തൊട്ട് വരുന്നത്? 34 നമുക്ക് 30 തൊട്ട് വരുന്നുണ്ട്. 30 തൊട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൈസിലാണ് ആൾക്കാരെ പിടിക്കുന്നത്. ഇതും കോഡ് സെറ്റ് ആണ് കേട്ടോ. കോഡ് സെറ്റിൽ വരുന്ന ഒരു കളക്ഷൻ വേണ്ടതുണ്ട്. വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ടത് അതിന്റെ പാന്റ്, ഇതിന്റെ പാന്റ്. ഇതും കോഡ് സെറ്റ് തന്നെയാ കേട്ടോ. ഒക്കെ ട്രെൻഡി ഐറ്റംസ് നമുക്ക് കൂടുതലിൽ കിട്ടും. ഇനിയിപ്പോ നമ്മുടെ മുകളിലേക്കാണ് പോണ്ടത്. ഇവിടെ എന്താ സംഭവം? നമ്മുടെ സാഗര നൈസിംഗ് കോട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞ ഒരു യെസ്. ഇത് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ടോ ഇതിന്? ഇത് നമുക്ക് സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അതെ, ഇത് സാഗര എന്റർപ്രൈസസ്. അപ്പൊ ഇവരുടെ മെയിൻ ഇവര് ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ മൊത്തം എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വൈറ്റ് അല്ലേ കോട്ട് വരാ? എല്ലാം കളർ ഇല്ലല്ലോ? ഉണ്ട്, നമ്മുടെ എല്ലാ കളേഴ്സും ഉണ്ട്. ഇതൊക്കെ കോട്ടാണ്? എല്ലാം കോട്ടാണ്, അവൈലബിൾ ആണ്. കാറ്ററിംഗ് കോട്ടും നമ്മളടുത്തുണ്ട്, ട്രെപ്പ് സ്യൂട്ടും ഉണ്ട്, എല്ലാം നമ്മളടുത്തുണ്ട്. അതെല്ലാം സാഗര തന്നെ. അതെ അതെ. ഇതല്ലേ വൈറ്റ്? നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. വൈറ്റ് നൈസിംഗ് കോട്ട്. നഴ്സിംഗ് കോട്ട് ഒരെണ്ണം കാണാനുള്ള ഒരു ആകാംക്ഷ. ഓക്കെ. സാധാരണ നമ്മൾ അവരുടെ കയ്യിൽ മാത്രമേ ഈ കോട്ട് കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കയ്യിലൊരു കോട്ട് പിടിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല അല്ലേ? ഇതേതാ സൈസ്? 38. അപ്പൊ ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ്. ഞാൻ പറഞ്ഞ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ആ സൈഡ് സ്റ്റിച്ച് കണ്ടോ, ആ ഒരു ഷേപ്പാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ ആ സ്റ്റിച്ചിങ് വന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ഫിറ്റിങ്ങിൽ കിടക്കും. അപ്പൊ ഒരു ഓൾട്രേഷനും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇനി മെയിൻ ഇവിടുത്തെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഈ വെണ്മ എപ്പോഴും നിൽക്കും. അല്ലേ? സത്യല്ലേ? സത്യമായിട്ടും സത്യമാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് ചോദിക്കണം. എന്നുവെച്ചാൽ ഈ നമുക്ക് ആ തുണി പിടിക്കുമ്പോൾ തന്നെ അറിയാലോ, വാഷ് ചെയ്യുമ്പോൾ അത് സാധാരണ വെള്ള തുണി വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറാവും. അങ്ങനെയല്ല, ഇത് അലുക്കും തോറും വെണ്ണ കൂടി വരും. അഴുക്കെല്ലാം പെട്ടെന്ന് അങ്ങ് പൊക്കോളൂ. ഓക്കെ. അപ്പൊ ഇത് കോട്ടിന്റെ ഒരു സെക്ഷനായി. അത് കോട്ട് കാറ്ററിംഗിന്റെ ഉണ്ട്, നഴ്സിംഗിന്റെ ഉണ്ട്. പിന്നെ നമുക്ക് ഏത് തരത്തിലുള്ള കോട്ട്സ് നിങ്ങൾക്ക് യൂണിഫോം അല്ലെങ്കിൽ കുടുംബശ്രീ അല്ലെങ്കിൽ പുറത്ത് വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഏത് കളറിലായാലും ഇവിടെ കോട്ട് അവൈലബിൾ ആണ്. ഏത് സൈസിലുള്ള കോട്ടും അവൈലബിൾ ആണ് സാഗര ബ്രാൻഡിന്റെ. അത് കൂടാണ്ട് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസിനുള്ളതാണ്, ഡെയിലി വെയർ കുട്ടികൾക്കുള്ള ഡെയിലി വെയർ. അതൊന്നും ഞാൻ എടുത്ത് കാണിക്കില്ല, പക്ഷെ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് നൈസിംഗ് ചുരിദാർ. അതെ, പാന്റും നഴ്സിംഗ് പിള്ളേര് നിങ്ങളുടെ സൈസിലുള്ള ചുടിദാർ വേണോ കോട്ട് വേണോ എല്ലാതും ഇവിടെ ഉണ്ട്. അതും റീറ്റെയിൽ കിട്ടൂട്ടാ. അതെ, ഏത് സൈസിലുള്ളതാണ് പറഞ്ഞാൽ മതി. ഇനി ഇതൊക്കെ ഓൺലൈൻ കിട്ടും, വീഡിയോ കോൾ ത്രൂ നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്യാം. വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് ഇത് പാർസൽ അയച്ച് തരും. നൈസിംഗ് കോട്ട് എല്ലാം നമുക്ക് അങ്ങനെ തരും. അപ്പൊ ആ കാര്യത്തിന് സംശയമില്ല കേട്ടോ. അപ്പൊ അത് നഴ്സിംഗ് കോട്ട്
നൈസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വെള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അല്ലെ? അതെ, പോവാം. നമ്മുടെ മെൻസ് അതുപോലെ തന്നെ കിഡ്സിന്റെ ഒരു സെക്ഷൻ, ഇവിടെ എത്നിക് തൊട്ട് മോഡേൺ വെസ്റ്റേൺ എല്ലാ ഐറ്റംസും കിട്ടും അല്ലെ? എല്ലാം കിട്ടും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഒരു ഫുൾ ഫ്ലോർ എന്ന് പറയുന്നത് ജെന്റ്സിന്റെയും മെൻസ് ഒക്കെ ഒന്ന് തന്നെയാ. പക്ഷെ എന്നാലും വയസ്സായൊരു പ്രായമുള്ള കിഡ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. തിരക്ക് അത്യാവശ്യം ഉണ്ട് ഇവിടെ. എനിക്ക് തിരക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അങ്ങോട്ട് പോവാൻ തോന്നും. പക്ഷെ എന്നാലും ഈ എത്നിക് വേറെ നമ്മൾ കാണിച്ചിട്ട് പോവാം. ഇത് മുണ്ടിന്റെ ഓണം സ്പെഷ്യൽ മുണ്ടുകളാണ്. ഓണം സ്പെഷ്യൽ മുണ്ടുകള് പല കരകളിൽ പല വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. കരകൾ അതില് ഡബിൾ മുണ്ട് സിംഗിളും വരുന്നുണ്ട്, ഡബിളും വരുന്നുണ്ട്. ഇനിയിപ്പോ കോംബോ കിഡ്സിന്റെ, അതെ കിഡ്സിന്റെ കോംബോ ഐറ്റംസ് വരുന്നുണ്ട്. കോംബോ അത് ഷർട്ട് വേണമെങ്കിൽ ഷർട്ട് മുണ്ടായിട്ട് ധോത്തീസ് വേണമെങ്കിൽ അത് കുട്ടികൾ. ഇതല്ലേ സംഭവം നമ്മൾ അവിടെ കണ്ടത്, വഞ്ചിയുടെ ഒരു റെഡിമെയ്ഡിന്റെ ഒരു തുണി കണ്ടില്ലേ? അല്ലെ, ഇതൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണെന്നുള്ളത് മനസ്സിലായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ മെറ്റീരിയൽ എടുത്ത് ഇവര് തന്നെ അത് സെറ്റ് ആക്കി എടുത്തേക്കണത് കേട്ടോ. ഇതൊരു ട്രെൻഡ്. ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് കുർത്ത മോഡല് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കളക്ഷൻ നോക്കി പോവാം. ഇത് തന്നെ അതോ അതിന്റെ കുറച്ച് വലിയ സൈസ് ആണ് കേട്ടോ. നേരത്തെ കണ്ടതിന്റെ വലിയ സൈസ് ആണ് വരുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ ജെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ ജെൻസിനെ നമ്മൾ പിടിച്ചതാ. ടീഷർട്ട് വരുന്നത് ബാക്ക് പ്രിന്റ് വരുന്നുണ്ട്. ബാക്ക് പ്രിന്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിന്റ്, അതുപോലെ ടൈഡായി ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത്. അതുപോലെ സൈസസ് ഒക്കെ എങ്ങനെ വരുന്നത്, നമുക്ക് സൈസസ് ഒക്കെ എങ്ങനെയാ? നമുക്ക് ചെറിയ പിള്ളേർ മുതൽ വരുന്നുണ്ട്. ഒരു ഇതൊക്കെ ഏകദേശം ഫ്രീ സ്ലീവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് വരെ. കുട്ടികളെ തൊട്ട് വലിയവർക്കുള്ള എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫുൾ സ്ലീവില് വരുന്നതാ. ഇതാ ഫുൾ സ്ലീവില്. അത് പറഞ്ഞോടി തുറന്നോ. കറുപ്പിന് ഒരു 7 അഴുകാന്ന് പറഞ്ഞില്ലേ, അതും ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോ ഇനി കുട്ടികളുടെ ആയി, 5 സ്ലീവ് ആയി. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്താ, നോർമൽ ടീഷർട്ട് വരുന്നുണ്ട്. നോർമൽ ടീഷർട്ട് പ്രിന്റിംഗ്, നോർമൽ റൗണ്ട് നെക്ക് ആയിട്ട് വരുന്നതാണ്. ഇതല്ല അത് അങ്ങനെ പെട്ടെന്ന് കാണിച്ച് പോവാം. വെറൈറ്റികള് ബാക്കില് ഫ്രണ്ടിലോ എങ്ങനെ വേണമെങ്കിലും പ്രിന്റ് വരുന്നത്. ഒരു ഹായ് പറഞ്ഞു. എന്തായാലും വെറുതെ നിൽക്കല്ല, ഞങ്ങള് വെറുതെ നിൽക്കല്ല, ഞങ്ങൾ പണിയുണ്ട്. ഇതേ കസ്റ്റമേഴ്സ് ഇവിടെ നിൽക്കാണ്. എന്തായാലും ഒരു മിനിറ്റ് മൈക്കന്ന് ചോദിക്കട്ടെ. ഞാൻ ചക്ക കിട്ടിയാ നിനക്ക്? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കാണോ? അതെയോ? ഇതാ അമ്മയാ? അമ്മയും അമ്മാമ്മയും. ആരാണ് ഇതിന് മേടിച്ചിരുന്നത് ഓണക്കോടി? അമ്മയാണോ മേടിച്ചിരുന്നത്? സെറ്റ് ആയടാ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇങ്ങോട്ട് പിടിക്കാം. ഇവിടെയാണോ വീട്? ഇവിടെ തന്നെയാണ്, വൈക്കം തന്നെയാണ്. ഈ കൂടല് പണ്ട് തൊട്ട് കേട്ടിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല, ഞാൻ ചെറുതിലെ തൊട്ട് ഇവിടെ തന്നെയാണ് ഇത്രയും വർഷം. ചെറുതിലേ തൊട്ട്? ഞാൻ പറഞ്ഞില്ലേ 90 വർഷത്തിന്റെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന്. അല്ലെ, 90 വർഷത്തെ ഒരു പാരമ്പര്യം കൂടലേക്ക് ഉണ്ട്. അപ്പൊ അന്ന് തൊട്ട് ചെറുപ്പം തൊട്ട് ഇവിടുന്ന് എനിക്ക് ഓർമ്മ വെച്ച തൊട്ട് ഇവിടെ തന്നെ. എനിക്ക് ഇനി ഒന്നും കേൾക്കണത് മതി, ധാരാളമായി. എവിടെ പോയി അവിടെ ചേട്ടാ ഇങ്ങോട്ട് വാ. ചേച്ചി ഇവരെ കൂടെയാണോ? വേറെ വന്നതാണ്. ചേച്ചി എന്തെടുക്കാൻ വന്നതാ? മോന് പേരക്കിടാവിന് ഡ്രസ് എടുക്കാൻ വന്നതാ. പേരക്കിടാവ് ഇവിടെ വന്നിട്ട് അവരെ ഇട്ട് നോക്കാൻ പോയി. മോളും ഉണ്ട്, മോടെ മോളും ഉണ്ട്. ഓക്കെ, ഡ്രസ് അവര് ട്രയൽ റൂമിലേക്ക് പോയി കാണാൻ ഡ്രസ് ഇട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. റേറ്റ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? നമുക്ക് നമ്മുടെ നല്ല കുഴപ്പമില്ല. ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച്. ഉണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാം. ഇതൊക്കെ ഫുൾ ആ ഒരു ടീഷർട്ടിന്റെ സെക്ഷനും അതുപോലെ തന്നെ ഷർട്ടിന്റെ ഒരു സെക്ഷൻ. ഈ കൗണ്ടർ ഒരുപാട് കളക്ഷൻസ് ഉള്ളതാണ്. അതെ, ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ തുറന്നു കാണിക്കില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള ഒരു ഹിന്റ് മാത്രം നമ്മൾ തന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ വന്ന് കണ്ടു നോക്കുക. ഷർട്ടുകൾ പിടിച്ച വേഗം എന്താ ചെക്ക് വേണോ, ലൈൻ വേണോ, സ്ട്രൈപ്പ് വേണോ, പ്ലെയിൻ വേണോ, ഇങ്ങനെ പറഞ്ഞ വെറൈറ്റീസ് വലിയ ചെക്കിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണിക്കുന്ന ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവും വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയില്ലേ? നല്ല ക്വാളിറ്റി, ബാക്കും പ്രിന്റുള്ള ടൈപ്പാ. ഇത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. എന്ത് രസമല്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ് ഫീലിംഗ്. ക്യാമറമാൻ ഇങ്ങനെ എത്തിച്ചിട്ടോ നോക്കണേ. നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ സൈഡിൽ മൊത്തം ഷർട്ടുകളായിരിക്കണം. ഇവിടെ കാഷ്വൽ, ഫോർമൽ അങ്ങനെ തൊട്ട് എല്ലാ ഷർട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങളും ഷർട്ട് മെന്നല്ലേ? പറ. ഇത് 5 സ്ലീവ് ആണ് കേട്ടോ. ഇത് 5 സ്ലീവ് പറഞ്ഞത് ഷർട്ടില് ഈ പിള്ളേർക്ക് ചെത്താൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, ആ ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ. ഇത് 5 സ്ലീവില് വരുന്നത് കണ്ടോ. ഇതൊക്കെ 5 സ്ലീവില് വരുന്ന ഷർട്ട്സ്. ചേച്ചി ട്രയൽ റൂമിൽ ഇട്ട് വന്ന ചെക്കൻ വന്നിട്ടുണ്ടെന്ന് പറയാം. മോൻ അവരവിടെ നിക്കട്ടെ, നമുക്ക് കളക്ഷൻസ് കാണിച്ചു പോവാം. 5 സ്ലീവ് ടീഷർട്ട് കേട്ടോ, വലിയൊരു. അപ്പൊ നേരത്തെ കണ്ടത് കുട്ടികളുടെ ആയിരുന്നു കേട്ടോ.
ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ടും പ്രിന്റ് വരുന്നത് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നിലവിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ കാണുമ്പോ പിള്ളേരൊക്കെ ഇട്ട് വരുമ്പോ. ഇതിലേക്ക് ഞാൻ പാൻസ് ഒക്കെ കൊടുക്കണം കേട്ടോ. ബാഗ് വേണോ പാരഷൂട്ട് വേണോ അതൊക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്ന സെക്ഷൻ മൊത്തം എന്താ ഇവിടെയും ഷർട്ട് തന്നെയാണ്. ഇത് ഫുൾ ഷർട്ടിന്റെ ഐറ്റംസ് വരുന്നത് കേട്ടോ. അത് കാഷ്വലും വരുന്നുണ്ട് ഫോർമലും വരുന്നുണ്ട്. വീണ്ടും പറയാ ഇത് കാഷ്വൽ. ചേട്ടൻ ഇവിടത്തെ ഈ ഏരിയയിലത്തെ അല്ലേ മുണ്ട് സെക്ഷനിൽ മാത്രമാണ്. ഷർട്ടിന്റെ സെക്ഷൻ വേറെ ആളാ. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഷർട്ട് ഉണ്ട്. ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ചെയ്യും. ഇങ്ങോട്ട് വാ ഞാൻ ഇതൊന്ന് 2 മിനിറ്റ്. അതെ അങ്ങനെ മാസ്ക് വെച്ചിട്ട് ഒളിച്ചിരിക്കണ്ട. മാസ്ക് പറ. കാഷ്വൽ ആണ്. ജെൻസിന്റെ കാഷ്വൽ ഷർട്ടുകള് അതിൽ ഒരുപാട് ഷെയർ ഉണ്ട്. കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള തുണിയാട്ടോ. ലൈറ്റ് വെയിറ്റിൽ എന്നൊക്കെ പറയുമ്പോഴേ എന്നാ റേറ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് 200 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ലല്ലോ. 175 അല്ലേ? എത്രയാ സ്റ്റാർട്ടിംഗ് റേറ്റ്? എത്രയാ? 175 കേട്ടോ ഷർട്ടില്. അതും സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അവിടെ നിങ്ങളുടെ റേറ്റ് കയറി പോവാ. ഷർട്ടുകളുടെ വെറൈറ്റീസ് കാഷ്വലിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒടിപ്പിച്ചോ അതായിരിക്കും ബെറ്റർ. ഞാൻ എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ ഷർട്ടിന്റെ കുറെ പല പ്രിന്റ്സ് എപ്പോഴും ഇങ്ങനെ പ്രിന്റുകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഷർട്ട് ഇങ്ങനെ പാക്കിംഗ് ആണല്ലോ നിവർത്തിയും കാണിക്കാൻ പറ്റില്ല. എന്തായാലും സൈസസ് ഒക്കെ എങ്ങനെ വരുന്നത്? എല്ലാ സൈസും ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ എല്ലാ സൈസസ് അവൈലബിൾ. കളേഴ്സ് ഒക്കെ നോക്കി എന്ത് രസമാണ്. പേസ്റ്റൽ ഡാർക്ക് ആയിട്ട് ഇങ്ങനെ പല ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നവർക്ക് വന്ന ട്രയൽ റൂമിൽ ചെക്ക് ചെയ്യാം. അവിടെ വന്നിട്ട് അപ്പൊ നേരത്തെ ഇട്ടൊരു ഇറങ്ങി ബാക്കിയുള്ളവർ ഇവിടെ പിന്നെ നമുക്ക് ഓണത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഓണത്തിന്റെ ഈ ഷർട്ട് ഒന്ന് പറഞ്ഞേ. നല്ല പാർട്ടി വെയർ അല്ല, പാർട്ടി ഷർട്ടുകളാണ്. ലിനൻ ടൈപ്പ് ആണ്. ലിനന്റെ ഷർട്ടുകള്. പക്ഷെ ഇത് ഓണത്തിന് ഇടാട്ടോ. ഓണത്തിന്റെ ആണ് പാർട്ടി ടൈപ്പ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടംപോലെ മോഡൽസ് അവൈലബിൾ ആട്ടോ. ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല ഒരു ഡിഫറെന്റ് ലുക്ക് ആയില്ലേ. അപ്പൊ ഷർട്ടുകളുടെ വെറൈറ്റി. പിന്നെ നമുക്ക് വരുന്ന ഓണത്തിന്റെ ഞാൻ മൈക്കായിട്ട് വരുന്ന പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞിക്കണേ. പിടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ മുതല് എന്റെ മോളെ ചേട്ടൻ മിണ്ടായിരിക്കട്ടോ. ഞാൻ അവിടെ മൈക്കതേ റെഗുലർ കസ്റ്റമർ ആണ്. എന്നിട്ടാണ് ഈ തിരിഞ്ഞു നിൽക്കണത്. എന്താ എന്ത് നോക്കാനാ വന്നത്? എന്ത് നോക്കാനാ വന്നത്? ഷർട്ട് നോക്കാൻ. നിങ്ങൾക്കുള്ള ഷർട്ട് നോക്കാൻ വന്നിട്ടോ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ? അല്ലല്ല ചേട്ടന് ഷർട്ട് നോക്കാൻ വന്നേ. അതന്നെ ഞാൻ പറയുന്നത്. ചേട്ടനല്ല ചേട്ടന്റെ ചേട്ടൻ. ഓ ചേട്ടന്റെ ചേട്ടൻ. അങ്ങനെ എനിക്ക് ഒന്നും അറിയണ്ട. ഇവിടെ ഈ കൂടലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വിലക്കുറവുണ്ടോ ക്വാളിറ്റി ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടോ? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അതായത് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ മുതല്, അതായത് ഈ പിള്ളേരുടെ പ്രായം മുതല് ഇവിടുന്ന് തന്നെ ഡ്രസ്സ് എടുക്കണേ. ആ പിള്ളേരെ ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. കുട്ടീരെ ഈ പ്രായം തൊട്ട് ഇവിടുന്ന് എടുത്തു തുടങ്ങിയതാണ്. ചേച്ചിയുടെ ഏജ് ഞാൻ പറയുന്നില്ല. എന്തായാലും കുട്ടികൾക്കുള്ള കളക്ഷൻസും മേടിച്ചോ? എല്ലാം ഇവിടുന്ന്. എന്റെ വെഡിങ് ഒക്കെ എല്ലാം ഇവിടുന്ന് എടുത്തിരുന്നത്. അയ്യോ അപ്പൊ എന്റെ ചെറുപ്പത്തിന് ഞാൻ എവിടെയായിരുന്നു? കൂടുതൽ അറിയാൻ വൈകി പോയില്ലോ. എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഞങ്ങളും ഹാപ്പിയാ. കൂടുതൽ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഓക്കെ ഇനി അടുത്തത് നമുക്ക്. താങ്ക് യു ട്ടാ. ഓക്കെ അടുത്ത കളക്ഷൻ വെഡിങ് സെക്ഷൻ ആണ്. ഈ സെക്ഷൻ അതിനകത്ത് കുർത്തകളുടെ വലിയ കളക്ഷൻ ഉണ്ട്. ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ കുർത്താസ് ആണ്. നമുക്ക് ലോങ് ആയിട്ട് വരുന്നത്. ലോങ്ങും ഉണ്ട്, ഷോർട്ടും ഉണ്ട്. എല്ലാ ടൈപ്പ് ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ്. പ്രിന്റ് ഉണ്ട്, ലൈൻ ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, എല്ലാ ടൈപ്പ് ഐറ്റംസ്. അങ്ങനെ മിക്സ് ആയിട്ട് അല്ലേ? ചിക്കൻ കറിയിലും വരുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ ലോങ് ഷോർട്ട് അവൈലബിൾ ആട്ടോ. ഓക്കെ സൈസസും അവൈലബിൾ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഓക്കെ ഡൺ. പിന്നെ അതുപോലെ തന്നെ പ്രിന്റ് ഇതുപോലെ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്ന ആ ഒരു ഐറ്റം. പിന്നെ വെഡിങ് ഷർട്ടുകൾ അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡില് വെഡിങ് എന്ന് പറയുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് വൈറ്റ് ആണ് കുറച്ചുകൂടി കൂടുതൽ പ്രിഫർ. എല്ലാതും ഉണ്ട്. എല്ലാതും നമ്മളെല്ലാം എടുത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് വാ. സൂട്ട് ഒരെണ്ണം കാണിച്ചാൽ മതി. ഒരെണ്ണം മതിട്ട് ബാക്കി ഉണ്ടെന്നുള്ളൊരു ഹിന്റ്. സൂട്ട് വലിച്ചോ. സൂട്ട് ഒരെണ്ണം തുറന്ന് കാണിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഈ സൂട്ട് ഈ കാണുന്ന ഈ ഒരു ഏരിയ കണ്ടോ? ഈ ഒരു ഏരിയ ഫുൾ കാണുന്നത് മൊത്തം സൂട്ട്സ് ആണ് കേട്ടോ വരുന്നത്. അതിൽ പല ഡിസൈൻസ് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു ഹിന്റിന് മാത്രം ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഈ സൈഡ് ഈ സൈഡും ഷർട്ടിന്റെ ഒരു ഏരിയ ആണ്. ഈ ഷർട്ടില് ഇവിടെ എന്താ പറയുക? ഹാഫ് ആണ് കേട്ടോ. ഇപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞപ്പോ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തു പോകണമെന്ന് മാത്രമല്ലോ. ഹിന്റ് മാത്രം കാണിച്ചു തരുന്നുള്ളൂ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത്
ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ബാഗി ഐറ്റംസ് ജെന്റ്സിന്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. പാന്റ്, കോട്ടൺ പാന്റ്. ഓ, ഇതിപ്പോ ട്രെൻഡ് അല്ലേ ഇങ്ങനെ എലിഫന്റ് ബാഗ് ഈ ഒരു ഇങ്ങനെ ഒരു വർക്ക് വരുന്നത്, ഇപ്പൊ പ്രിന്റ് വരുന്നത്, ഇതൊക്കെ ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്നതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ, കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്, എല്ലാ സൈസും ഉണ്ട് കേട്ടോ. എല്ലാ സൈസസ് അവൈലബിൾ ആണ്. പാന്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഫോർമൽ പാന്റ്സും വരുന്നുണ്ട് അല്ലേ? പാന്റ് എല്ലാം വരുന്നുണ്ട്. ഇത് ബാഗ് ഐറ്റംസ് മാത്രമാണ്. യൂണിക് ആയിട്ട് യൂസ് ചെയ്യാം, ലേഡീസിന് യൂസ് ചെയ്യാം, ജെന്റ്സിന് യൂസ് ചെയ്യാം. അപ്പൊ പാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബാപ്റ്റിസം സെറ്റ് ആണ്. ബാപ്റ്റിസം സെറ്റ് ആണ്. അതും ഗിഫ്റ്റ് തന്നെയല്ലേ? ചെക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കില്ലേ? ഒന്നുമില്ല, ജനിച്ച കുട്ടിക്ക് ഉപയോഗിക്കാനുള്ളത് അത്ര പറയാനുള്ളൂ. അതിന്റെ ബോക്സസ് കുട്ടികളുടെ സെക്ഷനാണ്, കുട്ടികളുടെ ബാഗി മറ്റു ഐറ്റംസ് അല്ല. ഈ ഒരു സെക്ഷൻ കുട്ടികളുടെ, ഞാൻ ഇവിടെ നിൽക്കായിരിക്കും നല്ലത്. അതെ, കുട്ടികളുടെ സെക്ഷനാണ്. അതില് കാർഗോ വരുന്നുണ്ട്, ബാഗി വരുന്നുണ്ട്, സാധാ പാന്റ് വരുന്നുണ്ട്, എല്ലാ ടൈപ്പ് ഐറ്റംസ്. ഇതിങ്ങനെ ഒടിപ്പിച്ച് നോക്കിയോ, കാരണം ഈ കാണുന്ന വെറൈറ്റീസ് കണ്ടോ? അതെ, സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ എവിടെ പോയാലും കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും. തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ അതാണ്. അപ്പൊ ഇത് ഫുൾ പാന്റിന്റെ ഒരു സെക്ഷൻ ആയി. പിന്നെ ഈ കാണുന്നത് എന്താ? ഇത് പറഞ്ഞില്ല കേട്ടോ, കൊറിയന്റെ പാന്റ്സ്. പിന്നെ ഈ കാണുന്നത് ഇപ്പുറത്തൊക്കെ ഷർട്ടുകൾ കേട്ടോ. ഈ കാണുന്നത് കണ്ടു പോണത് മൊത്തം ഷർട്ടുകളാണ്. ഇനി ഈ സൈഡ് എന്താ? ഇത് നമുക്ക് ബാബാ സൂട്ട് ഐറ്റംസ് ആണ്, കുട്ടികളുടെ ഐറ്റംസ്. ബാബാ സൂട്ട്സ് എന്ന് വെച്ചാൽ താഴത്തെ നോട്ടം നമ്മൾ കണ്ടത് പെൺകുട്ടികളുടെ ആയിരുന്നു, അതിൽ തന്നെ നമുക്ക് കിഡ്സിന്റെ ആൺകുട്ടികളുടെ ആണ്. എല്ലാ സെറ്റ് ആയിട്ട് ഐറ്റംസ് ആണ്, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ സൈസ് ഉണ്ട്, നമുക്ക് ചെറിയ ജനിച്ചപ്പോൾ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട്. അവർക്ക് തന്നെ നമുക്ക് കുർത്തീരിയൻ സെക്ഷൻ വരുന്നുണ്ട് അല്ലേ? അധികം കിട്ടാത്തതാണ് ചെറിയ പിള്ളേർക്കുള്ള ഐറ്റം, നമുക്ക് അവൈലബിൾ ആണ്. 0 സൈസ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. 0 സൈസ് തൊട്ട്. ഇത് ചിക്കൻ വർക്ക് വരുന്നതാണ് കേട്ടോ. ചിക്കൻ കറിയിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ കറി വർക്കിലാണ് വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതെ സത്യം ഒരുപാട്. അപ്പൊ കുട്ടികളുടെ കുർത്തീസ്, ഷർട്ട്സ്, ബാബാ സൂട്ട്സ് പോലെ തന്നെ നമുക്ക് വലിയവർക്കുള്ള ഷർട്ട്സ്, ഫോർമൽ ജീൻസ്, അത് ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇതിപ്പോ ഓണായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളർഫുൾ ആയിട്ട് എടുക്കുക. പൂക്കളിട്ട പോലെ അല്ലേ? ഒരുപാട് ഐറ്റംസ്, എല്ലാ കളറും നമുക്കുണ്ട്. പിള്ളേർക്ക് മുണ്ടിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതിലൊക്കെ സൈസസ് എത്ര വരും? ഇതിന്റെ നമുക്ക് 16 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 16 തൊട്ട് നമുക്ക് സൈസസ്. ഈ കണ്ടോ ഫുൾ ഇത് കണ്ട ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഏത് സൈസസ്, ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ചുകൂടി താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിലേ ഇതൊക്കെ കുട്ടികളുടെ ഷർട്ട്സ് തന്നെയാണ് വരുന്നത്. കാഷ്വൽ ഷർട്ട്സ്, അതുപോലെ തന്നെ പാന്റ്സ്, ഷോർട്സ്. ഇതൊക്കെ ഷോർട്ട്സ് വരുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു. ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന മാത്രമല്ല, ഇതിന്റെ ഇഷ്ടംപോലെ കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ അജ്രക്ക് ഇത്തിരി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അജ്രക്കിന്റെ കലംകാരി അല്ലേ? അതെ അതെ, ഇതിന്റെ ഇഷ്ടംപോലെ പീസുകൾ ഇഷ്ടം പോലെ. ഇത് ഇത്തിരി ട്രെൻഡിൽ നിൽക്കണം. ഇപ്പൊ മുണ്ടിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ്. ഇത് നമ്മുടെ ഒരു യൂണിക് ഐറ്റം ആണ്, സ്പെഷ്യലാണ്, സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ സ്വയം ചെയ്യുന്ന പ്രൊഡക്ഷൻ നന്നായിട്ടില്ല. ഇത് ബ്ലാക്ക് എന്ന് പറയുമ്പോ പിന്നെ ആണായാലും പെണ്ണായാലും വീട്ടില്ല അതൊരു കളക്ഷൻ അല്ലേ? സെയിം ആണ്, മുണ്ട് നമുക്ക് സെയിം കരയാ വരും, ഷർട്ടിന്റെ സെയിം പാറ്റേണിൽ കാര്യം വരുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു കോമ്പോസിറ്റ് വേറെയും വന്നിട്ടുണ്ട്. ഇതിന്റെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ ഈ രണ്ടെണ്ണം ഇവിടെ ഇരിക്കണത് ആരോ എടുത്ത് ഇത് പിടിച്ച അല്ലല്ല, നമുക്ക് കാണിക്കാൻ ജസ്റ്റ് എടുക്കണം. ഈ ഒരു സ്റ്റൈലില് ഇത് വെൽവെറ്റ് ടച്ച് ആണ് കേട്ടോ. ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ നമ്മൾ നിക്കുന്നത് ഇപ്പൊ എവിടെയാ? ഇപ്പൊ നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോർ കൂടലിലാണ്. എവിടെ? കൂടലി എവിടെയാ? കൂടലി വൈക്കം. നമുക്കത് ഓണറിനോട് ചോദിക്കാം കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ വരാൻ പറ്റാത്തവര് വരുന്നവര് എങ്ങനെയാണ്. എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു. അപ്പൊ ഞാൻ ഇതൊന്നും എടുത്തോട്ടെ. അമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. അമ്മ എടുത്തോ? ആരാ എടുക്കണേ? കണ്ട ആരാ എടുക്കണ ആളാരാ? മക്കളെ എടുത്തോണ്ടിരിക്കാണോ? നമ്മളപ്പോ ഇവിടെ റെസ്റ്റ് ചെയ്യാണ് എന്തായാലും അല്ലെ? എന്തായാലും ഇവിടെ ഈ കൂടലി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഇതിന് മുന്നേ വരുന്നതാണ്? സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കണതാണ്. ഓക്കെ, താങ്ക് യു. താഴത്തേക്ക് ഇറങ്ങിയപ്പോഴും ഭയങ്കര തിരക്കായില്ല. ഞാൻ വിചാരിച്ച മാതിരി അല്ലാട്ട. കൂടലി തന്നെയാണ് വൈക്കത്ത്. ദേ ഭയങ്കര തിരക്ക്. എനിക്ക് ഭയങ്കര വിലക്ക. ചേച്ചിയാ? നാത്തൂന് കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞതാണോ? എന്നാലും ചേച്ചി പറഞ്ഞോ. എന്താ പറയണ്ടേ, എന്റെ ഭർത്താവിന് ഷർട്ട് മേടിക്കാൻ വന്നതാണ്. നല്ല തുണിയാണ്,
എനിക്ക് അതൊന്നല്ല, ഈ കൂടല്ലി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ച് വരാൻ പറ്റുമോ? വിശ്വസിച്ച് വരാൻ പറ്റും. നല്ല സ്ഥാപനമാണ്. അതെ, മതി. എനിക്ക് അത്ര കേൾക്കുണ്ടോ വരുമ്പോഴേക്കും ഒരാള് ഫോണൊക്കെ നിക്ക് കറക്റ്റ് ടൈമിനോട് വന്നില്ല മോളിന് താഴേക്ക് പോകുന്നേ. അതെ, മോളിൽ ഞങ്ങൾ നിൽക്കുമ്പോ താഴത്തേക്ക് ഓടിയാണ്. എന്തായാലും പേര് പറഞ്ഞു നോക്കാം. പേര് ജോൺസൺ. ജോൺസൺ ചേട്ടോ, താങ്ക് യു. ആയിക്കോട്ടെ. ഭയങ്കര തിരക്കായി. നമുക്കിനി ഒരാളെ ഒന്ന് കിട്ടണല്ലോ. ഒരാള് ക്യാമറയിൽ എടുക്കുന്ന വെച്ചിട്ട് കയ്യോടെ ഇങ്ങനെ പൊത്തിനെ നിന്നെ എടുക്കണില്ല. അല്ലെങ്കിലും കസ്റ്റം ഭയങ്കര തിരക്കായിട്ടോ, നല്ല തിരക്കായി. നമുക്ക് ഇനി ലൊക്കേഷൻ കൂടി അറിയണം. തിരക്കൊണ്ട് തിരക്ക് ഒന്നുകൂടി നോക്കിക്കോ. തിരക്ക് എപ്പോ വന്നാലും ഈ ഒരു തിരക്ക് നിങ്ങൾക്കും കിട്ടും. തിരക്കിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കളക്ഷൻസും കിട്ടും. ഇനി മുതലാളി, നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ വൈക്കത്ത് അമ്പലത്തിന്റെ മെയിൻ റോഡ്. എവിടെയാന്ന് നമ്മള് കുറെ പേർക്കൊക്കെ അറിയാം, എന്നാലും കറക്റ്റ് ആയിട്ട് എറണാകുളത്ത് ഇങ്ങോട്ട് 30 കിലോമീറ്റർ. കോട്ടയം ജില്ലയില് വൈക്കം താലൂക്കിൽ വൈക്കം. അതാണ്, അങ്ങനെ പറയണോ? കോട്ടയത്തിന് എറണാകുളത്തിന് നടുക്കായിട്ടാ വരുന്നത്. വൈക്കം ഫേമസ് വൈക്കത്ത് ടൗൺ ഇതാണ്. കാരണം ചിലർക്ക് അറിയത്തില്ല. ചിലര് എറണാകുളത്ത് നിന്ന് ആ റൂട്ടിൽ കൂടെ വന്ന് അങ്ങോട്ട് കോട്ടയം പോകും. പക്ഷെ വൈക്കം ടൗൺ എന്ന് പറഞ്ഞാൽ അമ്പലം, വൈക്കത്ത് അമ്പലം കഴിഞ്ഞാൽ ജെട്ടി വരെയുള്ളതാണ് വൈക്കം ടൗൺ എന്ന് പറയുന്നത്. ആ ഒരു ചുറ്റളവാണ്. അപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ എവിടെ എത്തണം? ഇവിടെ വൈക്കം അമ്പലത്തിന്റെ മെയിൻ റോഡ് പടിഞ്ഞാറാണെന്ന് പറയുന്നത്, ജെട്ടി റോഡ്. അവിടെ നമ്മള് ഫേമസ് പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലാണ്. കൂടുതൽ എന്ന് പറയുമ്പോൾ വലിയൊരു 3 നിലയുള്ള വലിയ ബിൽഡിംഗ് ആണ്. അപ്പുറം ഇപ്പുറമൊക്കെ ബോർഡ് കാണാം. എല്ലാരും അങ്ങനെ വരുന്നുണ്ട്. അതെ, അല്ല ഞാൻ ഫസ്റ്റ് ടൈമാ വരുന്നത്. എന്താ പോലെ എല്ലാരും ഓരോരുത്തർ പറയണ കേൾക്കണം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമ്പോ എന്റെ ചെറുപ്പം തൊട്ട് വന്നു തുടങ്ങിയ അത് ഒത്തിരി ജനറേഷൻ 90 വർഷത്തെ പാരമ്പര്യം. ഓക്കെ, അപ്പൊ നമ്മള് നിൽക്കുന്നത് ഇപ്പൊ കോട്ടയം ജില്ലയിലുള്ള വൈക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈക്കത്ത് അമ്പലത്തിന്റെ അടുത്തായിട്ട് ജസ്റ്റ് 50 തൊട്ട് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കൂടല്ലി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് എന്താ പറയാ, ഈ നാട്ടുകാർക്ക് ഇതൊരു പുതുമയല്ല, ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളറിയാൻ നേരം വൈകി. എന്തായാലും ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളും കൂടി അറിയിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ വെറൈറ്റീസ് ഇഷ്ടമല്ല. റെഡിമെയ്ഡില് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഡയറക്റ്റ് എവിടേക്ക് വരണം? കൂടല്ലി. ഇനി നമുക്ക് ഓൺലൈൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സാരി സെക്ഷൻ ഒന്നും കൂടെ അതിവിപുലമാക്കുന്നുണ്ട്. ഉടനെ തന്നെ ജെൻസിന്റെ ഐറ്റം റെഡിമെയ്ഡ് നമ്മള് എവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അത് ഞാൻ കണ്ടു. മുകളിലായാലും നല്ല വെറൈറ്റീസ് കോംബോയിലൊക്കെ നല്ല. ഇനിയിപ്പോ ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് വരേണ്ട ഒരു പീസ് ഓൺലൈൻ ആയിട്ട് മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനാണെങ്കിൽ ടച്ചിങ് ലുക്കിംഗ് കണ്ടിട്ട് എടുക്കുള്ളൂ. ടച്ച് ചെയ്ത് തുണി പിടിച്ചു നോക്കി ക്വാളിറ്റി നോക്കി അതിന്റെ കളർ നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. ഓൺലൈനിലൊക്കെ വന്നാൽ കളർ മാറിപ്പോകുന്നു. അതിന്റെ തുണിക്ക് ഇവിടെ വരുമ്പോൾ ക്വാളിറ്റി ഇല്ലാണ്ട് വരുന്നു. അപ്പൊ അത് നമുക്ക് അതിൽ താല്പര്യമില്ല. ഇവിടെ വരുന്ന കൂടുതലും കസ്റ്റമേഴ്സ് ടച്ചിങ് ലുക്കിംഗ് ആയിട്ടുള്ളവരാ. അവർക്കത് വേണം, അതുകൊണ്ട് വരുന്നു. പിന്നെ ഓൺലൈനിൽ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. കൂടുതലും നമ്മള് പറയുന്നത് നേരിട്ട് വന്നെടുക്കാം. അങ്ങനെ നേരിട്ട് വന്നിട്ടുള്ള ഈ കാണുന്ന കസ്റ്റമേഴ്സ്, ഈ കാണുന്ന ജനങ്ങള്, അവരൊക്കെ നേരിട്ട് വന്നെടുക്കുന്ന ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വില അവിടെ ഒരു പ്രശ്നമില്ല. വിലയല്ല, ക്വാളിറ്റിയാണ് പ്രശ്നം. അതെ, അതാണ് അവിടെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ താങ്ക് യു. ഞാൻ ഇനി ഇറങ്ങാണ്. അപ്പൊ ഇവരും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോട്ടാ. അതേ പോണു ഒരാള്. നമ്മള് മുകളിൽ കണ്ടതല്ലേ? നമ്മള് കണ്ടു. ഒരു ഹായ് പറഞ്ഞു. ഞാൻ ബൈ പറയാനാ. അതെ, ഇവിടെ ഒരു ഹായ് പറഞ്ഞു. അപ്പൊ ശരി. അപ്പൊ ബില്ലൊക്കെ അടിക്കാൻ വരുമ്പോ നമ്മുടെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് സംഭവം ഇവിടെ ഇല്ല, ക്വാളിറ്റി ഉള്ളൂ. ആ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ വരണ്ട. ഓക്കെ, ബൈ.